16ാമത് കാര്യമാണ്. അനാദി മായയാ സുപ്തോ യഥാ ജീവപ്രബുദ്ധ്യത്തെ അജം അനിദ്രം അസ്വപ്നം അദ്വൈതം ബോധ്യത്തെ തദാ. ഭാഷ്യം വായിച്ചത്. യോയം സംസാരി ജീവ സൗഭ്യലക്ഷണേന തത്വപ്രതിബോധരൂപേണ ബീജാത്മന അന്യഥാഗ്രഹണ ലക്ഷണേന അനാദികാല പ്രവൃത്തേന മായാലക്ഷണേന സ്വപ്നേന മമായം പിതാ പുത്രോയം നപ്താ ക്ഷേത്രം പശവോഹമേഷാം സ്വാമി സുഖി ദുഃഖി ക്ഷീതോഹമനേന വർദ്ധിതസ്ഥാനേന ഇത്യവം പ്രകാരാൻ സ്വപ്നാൻ സ്ഥാനദ്വയേപി പശ്യൻ സുപ്തഃ യഥാ വേദാന്താർത്ഥതത്വാഭിജ്ഞേന പരമകാരുണികേന ഗുരുണ നാസ്യേവം ത്വം ഹേതുഫലാത്മകഃ കിന്തു തത്വമസീതി പ്രതിബോധ്യമാനോ യഥാ തദാ ഏവം പ്രതിബുദ്ധ്യതേ. കഥം നാസ്മിൻ ബാഹ്യം ആഭ്യന്തരം വാ ജന്മാദിഭാവവികാരോ അസ്തി അതോ അജം അജം അനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധിരേ തഥ. ആ ഭാഗത്ത് വ്യാഖ്യാനിക്കുകയാണ്. 1ഉം 2ഉം പാദങ്ങളാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഈ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ഇതെല്ലാം ഒരുപോലെ തന്നെയാണ്. സുഷുപ്തിയിൽ ബീജരൂപത്തിലിരിക്കുന്നു. ജാഗ്രതത്തിനും സ്വപ്നത്തിനും അന്യഥാഗ്രഹം. ജാഗ്രത സ്വപ്നവും ഫലത്തിലൊരു സ്വപ്നം തന്നെ. അതുകൊണ്ട് ഈ രണ്ട് സ്ഥാനത്തിനും സുഖവും ദുഃഖവും എല്ലാം അനുഭവിച്ചുകൊണ്ട് പരമാർത്ഥത്തെ ബോധിക്കാതെ കഴിയും. അവിടെ പരമകാരുണികനായ ഒരു ഗുരു ബോധിപ്പിക്കുന്നു, തത്വമസി എന്ന് ബോധിപ്പിക്കുന്നു. യഥാ തഥായവം പ്രതിബുദ്ധ്യതേ. അവിടെ പറഞ്ഞു യഥാ തഥായവം പ്രതിബുദ്ധ്യതേ. ഇതിനൊരു ഉറക്കത്തോടാണ് ഉപയോഗിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർന്നിരിക്കുന്നവൻ വിളിക്കുമ്പോൾ അവൻ തക്ഷണം തന്നെ ഉണരുന്നു. എപ്പോഴാണോ അവൻ ആ വിളി കേൾക്കുന്നത് ആ സമയം അവൻ ഉണരുന്നു. അടുത്തിനി വരുന്ന രണ്ട് കാര്യങ്ങളും 17ഉം 18ലും ഈ കാര്യം തന്നെ പറയുന്നു. അപ്പം നമുക്ക് ഉണരുന്നതിന് തയ്യാറെടുപ്പൊന്നും ആവശ്യമില്ല. ഉറങ്ങിക്കിടക്കുന്നവൻ ഉണരുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ ഉണരുന്നത്. മരിച്ചു കിടക്കുന്നവനെ വിളിച്ചാൽ ഉണരത്തില്ല, പക്ഷെ ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ചാൽ ഉണരും. എന്തുകൊണ്ട് അവന് ഉണരാൻ പറ്റുന്നു? അവിടെ ബോധപൂർവം അവൻ എന്തെങ്കിലും ചെയ്തിട്ടില്ല. ആ ഉണരുന്നതിന് എനിക്ക് ഉണരണമെന്ന് ആഗ്രഹിക്കുകയോ ഉണരാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ അങ്ങനെ യാതൊന്നും ചെയ്യുന്നില്ല. ഉണരുന്നു, അത്രമാത്രം. മറ്റൊന്നിനെയും അവിടെ അപേക്ഷിക്കുന്നു. ഉണർവെന്ന് പറയുന്നത് നിരപേക്ഷമാണെന്ന് പറയും. മറ്റു യാതൊന്നിനെയും അവിടെ അപേക്ഷിക്കുന്നില്ല. ഇവിടെ അങ്ങനെ തന്നെ പറയുന്നു യഥാ തഥാ ഇവം പ്രതിബുദ്ധ്യത. ഏത് സമയമാണോ വിളിക്കുന്നത് ആ സമയം ഉണരുന്നു. ഏത് സമയമാണോ തത്വം ശ്രവിക്കുന്നത് അപ്പോൾ ബോധിക്കുന്നു. അത് മറ്റു ഒരു തരത്തിലുള്ള യോഗ്യതയും അപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം.
ആധ്യാത്മിക സാധനങ്ങൾക്കെല്ലാം ഓരോ തലത്തിലും ഓരോ യോഗ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോ സാധനയ്ക്കും അതാത് യോഗ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ പരമാർത്ഥമായ ഈ തത്വത്തെ ബോധിക്കുന്നതിന് അത് ഒന്നിനെ ആശ്രയിക്കുന്നില്ല, നിരപേക്ഷമാണ്. കാരണം ഇതുപോലെ, അതിനാണ് ഈ ഉറക്കത്തിന്റെ ഉദാഹരണം പറയുന്നത്. ഉറക്കത്തിൽ നിന്ന് ഉണരുന്നവൻ എന്തിനെ ആശ്രയിച്ചു? അവൻ അവിടെ ഉറങ്ങണമെന്ന് ഉണരണമെന്ന് കരുതുന്നില്ല. അതിനു വേണ്ടിയിട്ട് അവൻ ഒരു തയ്യാറെടുപ്പും നടത്തുന്നില്ല. അതങ്ങനെ സംഭവിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇവിടെയും നമ്മൾ സാധന ചതുഷ്ടയ സമ്പന്നൻ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള യോഗ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. യോഗാഭ്യാസത്തിന് അതിന്റെ യോഗ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ജ്ഞാനം ഇതിനൊന്നിനെ അപേക്ഷിച്ചല്ല ഉണ്ടാകുന്നത് എന്നാണ്. എന്തുകൊണ്ട്? ആത്മാവ് നിരപേക്ഷമാണ്. ഇത്തരം യോഗ്യതകളെല്ലാം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നതിന് ഒരൊറ്റ താല്പര്യമാണ്. കാരണം ഒരു ജീവൻ എന്താണ്? സ്വയം ഇതിന് പലതരത്തിലുള്ള മറകളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ പരമാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അവന് ബോധിക്കത്തില്ല. ഇവൻ സ്വയം സൃഷ്ടിച്ച ഈ മറകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗ്യതകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത്. അല്ലാതെ ആ യോഗ്യതയെ ആശ്രയിച്ചത് ഉണ്ടാകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ പരമമായ ആ യോഗ്യത എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉറക്കത്തിൽ നിന്നുള്ള ഉണർവിനെ കുറിച്ച് പറയുന്നത്. സാധാരണ നമ്മൾ ധരിക്കും എന്താണ്? വളരെ ബുദ്ധിമാൻ, മേധാവി എന്നൊക്കെ പറയാറുണ്ടല്ലോ. വളരെ ബുദ്ധിമാനായിട്ടുള്ളവനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിയില്ലാത്തവനിത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം ബുദ്ധിയാണ്, നല്ല ബുദ്ധിശക്തിയാണ് ഇതിനൊരു പ്രധാനമായി വേണ്ടത്. അല്ലാത്തവന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്ന് ധരിക്കും. ബുദ്ധിയും ഇതിന്റെ ഒരു ഉപായമായി പറയാൻ പറ്റത്തില്ല. തത്വബോധത്തിന്, ശാസ്ത്രങ്ങളെ ഗ്രഹിക്കുന്നതിന് ബുദ്ധി സഹായിക്കും. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ അടുക്കും ചിട്ടയുമായിട്ടുള്ള ഓർമ്മിച്ച് വയ്ക്കാം. അതിന് ബുദ്ധി സഹായിക്കും. പക്ഷെ തത്വബോധം ഒരിക്കലും നമ്മുടെ ബുദ്ധി അപേക്ഷിക്കുന്നില്ല. ബുദ്ധിപൂർവമായിട്ട് ആരും തത്വബോധം ഉണ്ടാകുന്നില്ല. കാരണം നമ്മളാരും ഒരിക്കലും ബുദ്ധിപൂർവമായിട്ട് ഉണരാറില്ല. ബുദ്ധിപൂർവമായി ഉറങ്ങിക്കിടക്കുന്നവനെ സംബന്ധിച്ച് എന്താണ്? ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും അവിടെ സമം തന്നെ. മൂഢനും വിദ്വാനും ഉറങ്ങുമ്പോൾ രണ്ടും പറയാൻ പറ്റത്തില്ല, ഒരുപോലെ തന്നെ. അപ്പോൾ അവൻ ഉണർന്നത് അവന്റെ ബുദ്ധിയെ, വിദ്വത്തയെ അല്ലെങ്കിൽ മൂഢതയെ ഒന്നിനും ആശ്രയിച്ചിട്ടല്ല. ഉണർന്നു അത്രമാത്രം, അതേ പറയാൻ പറ്റും. യഥാ തഥാ ഏവം പ്രതിബുദ്ധ്യതേ. ഇവിടെ ഉണർവിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഉണരുന്നതിനുള്ള എന്താണ് വിശേഷത? നമുക്ക് അങ്ങേറ്റം പറയാമെന്നുള്ള എന്താണ്? ഉണരുന്നതിനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സന്നദ്ധത അവനുണ്ടായിരുന്നു. മരിച്ചു കിടക്കുന്നവനതില്ല. അങ്ങനെ ഒന്നുണ്ട്. അതിനെ നമുക്ക് ആ ഉണരുന്നതിനുള്ള ഒരു സാധ്യതയെന്ന് വേണമെങ്കിൽ പറയാം, അതിനുള്ള ഒരു സന്നദ്ധതയെന്ന് വേണമെങ്കിൽ പറയാം. അതാ ആ വ്യക്തിയിലുണ്ടായിരുന്നു. അത് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ബുദ്ധിയെ അല്ലെങ്കിൽ മറ്റൊന്നിനെയും അത് ആശ്രയിക്കുന്നില്ല. ഈ ഉണർവിന് ബുദ്ധിയും മറ്റും ആവശ്യമാണ്. അത് ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്ക് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ബുദ്ധിയും മറ്റും ആവശ്യമായി വരുന്നത്. ഈ ഉണർവിന് വേണ്ടിയിട്ടല്ല. ഉണർവ് അതിനൊന്നും ആശ്രയിക്കുന്നില്ല. ഊഹാപോഹ വിചക്ഷണത മറ്റെല്ലാം പറയും, സമതമാദി ഗുണങ്ങളെന്നെല്ലാം പറയും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യഥാർത്ഥതായവും പ്രതിബുദ്ധ്യത എന്ന് പറയുന്നത്. ഇവിടെ വാസ്തവത്തിൽ ഉണർന്നിരിക്കുകയാണ്. ഈ ഉണർവിലുള്ള ഒരുണർവാണ് പരാജാഗ്രത എന്ന് പറയുന്നത്. പരമമായൊരു ജാഗ്രതാണ്, ജാഗ്രതത്തിലുള്ള ഒരു ജാഗ്രതാണ്. ഇവിടെയും അതിനുള്ള ഒരു സന്നദ്ധത മാത്രം മതി ഇതിനെ ഗ്രഹിക്കുന്നതിന്. ഇവിടെ ആ സന്നദ്ധ എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ളതും
നമ്മൾ സമ്പാദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ആ ധാരണകളിൽ നിന്നെല്ലാം ഒരുവൻ സ്വയം മുക്തനാകുക. അതാണ് ഇവിടുത്തെ ആ നിരപേക്ഷത എന്ന് പറയുന്നത്. സുഷുപ്തി പോലെ. സുഷുപ്തിയിൽ നമുക്കൊരു ധാരണയില്ല, ഒരു സങ്കല്പങ്ങളുമില്ല. അവിടെ എന്ത് വരുന്നു? നമ്മളെല്ലാ ധാരണകളിൽ നിന്നും എല്ലാ സങ്കല്പങ്ങളിൽ നിന്നും മുക്തനായിരിക്കും. അവിടെ എന്തോ ഒന്ന് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതെന്താണ് നമുക്കറിയാനും വയ്യ. അവിടെ എന്ത് ചെയ്യുന്നു? നമുക്ക് ഉണരാൻ പറ്റുന്നു. ആ ഒരവസ്ഥയിൽ ഒരു സങ്കല്പങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഉണരാൻ പറ്റുന്നത്. അവിടെ നമ്മൾ ഉണരുന്നു. അതുപോലെ ഇവിടെയും ജാഗ്രതത്തിൽ നമ്മൾക്ക് ധാരണകളിൽ നിന്നെല്ലാം നമ്മൾ മുക്തരായാൽ, സങ്കല്പങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മുക്തനായിരുന്നാൽ, നിരപേക്ഷനായിരുന്നാൽ ശ്രവണം കൊണ്ടുണരാൻ പറ്റും. അതെവിടെ? യഥാർത്ഥത. കാലതാമസം പറയുന്നു. പ്രതിബോധ്യമാനോ യഥാർത്ഥത. എപ്പോഴാണോ ശ്രവണം ചെയ്യുന്നത് അപ്പോൾ തന്നെ അത് ബോധിക്കുന്നു. പിന്നെ ഒരു പരിശ്രമത്തിന്റെ അവിടെ ആവശ്യമില്ലാന്ന് മുമ്പ് പറഞ്ഞു. ഉണർന്നവന് പിന്നെ ഉണരാൻ വേണ്ടി ഒരു പരിശ്രമത്തിന്റെ ആവശ്യമില്ല. ഉണർന്നിട്ട് ഉണരാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മളങ്ങനെ ചെയ്തിട്ടുമില്ല. അതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ അജം അനിദ്രം യഥാ ജീവ പ്രബുദ്ധ്യത, സുപ്തനായിരിക്കുന്നവൻ ഉണരുന്നു എന്നെല്ലാം ഇതിനെ സുഷുപ്തിയോട് ബന്ധപ്പെടുത്തി പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബുദ്ധിയും മറ്റ് യോഗ്യതകളുമൊക്കെ എന്താണ്? അതിൻ്റെയൊക്കെ ആവശ്യം എവിടെയാണ്? തമിഴിലുള്ള ചില വേദാന്ത ശാസ്ത്രങ്ങളിലൊക്കെ യോഗ്യതകളെ കുറിച്ച് പറയുമ്പോൾ വളരെ രസകരമായി പറയും. അധികാരിയെക്കുറിച്ച് പറയും. ചിലയിടത്ത് പറയും വാതപിത്ത കഫങ്ങളിൽ പിത്തം കൂടിയിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയും. നമുക്ക് തമാശയായിട്ട് പോകും. അധികാരിയെക്കുറിച്ച് പറയുന്നതാണ്. വാദവും കഫവും കൂടിയിരുന്നാൽ മോക്ഷം കിട്ടത്തില്ല, പിത്തം കൂടിയിരുന്നാൽ മോക്ഷം കിട്ടുമെന്ന് പറയും. അത് നമുക്കൊരു തമാശ പോലെ തോന്നും. പക്ഷെ അതിനൊക്കെ ചില കാര്യങ്ങൾ കണ്ടേക്കാം. അപ്പം അത്തരം യോഗ്യതകളൊക്കെ ശാസ്ത്രത്തിൽ പറയുന്ന എന്തിനു വേണ്ടി? അവൻ ഈ സന്നദ്ധതയെ, ഈ സാധ്യത, അവനുള്ള ഈ സാധ്യതയെ അവൻ ആർജിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് അവന്റെ ബുദ്ധിയും മറ്റും ഉപയോഗിക്കേണ്ടത്. ആ വിഷയത്തിൽ അവൻ മൂർഖനാണെങ്കിൽ അവനൊരിക്കലും അവന്റെ ധാരണകളിൽ നിന്ന്, സങ്കല്പങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതവിടെ നിഷ്പ്രയോജനമാണ്. ശ്രവണം പ്രയോജനമൊന്നും ചെയ്യിക്കില്ല. ആ ഒരു നിലയിലെത്തുന്നതാണ്. സ്വയം അവൻ നിരപേക്ഷനായി തീരുന്നതിന് അവന് ബുദ്ധിയും മറ്റ് യോഗ്യതകളെയൊക്കെ ഉപയോഗിക്കാമെങ്കിൽ അത് നല്ലത്. അവിടെ ഊഹാഭോഗ വിചക്ഷണതയും മേധാവിത്വവും എല്ലാം അതിനവനെ സഹായിക്കുമെങ്കിൽ നല്ലത്. അല്ലാതെ ബുദ്ധി അതുപോലെയുള്ള ഭൗതികമായ എന്തെങ്കിലും ഗുണങ്ങൾ, ഇതൊന്നും തന്നെ ഈ ആത്മബോധത്തിന് നേരിട്ട് സഹായിക്കുന്നില്ല. ഒന്നും ശമതമാദികൾ പോലും സഹായിക്കുന്നില്ല. കാരണം നമ്മുടെ ഉപനിഷത്തുകളിലും എല്ലാ പല ഭാഗങ്ങളിലും ആത്മജ്ഞാനികളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് എന്താണ്? അവരാരും പ്രത്യേക ബുദ്ധി വൈഭവമുള്ളവരോ ശാസ്ത്ര പാണ്ഡിത്യമുള്ളവരോ അല്ലെങ്കിൽ എന്തിന് പലപ്പോഴും സദ്ഗുണങ്ങളില്ലാത്തവർ പോലും കാണുന്നു. നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള സദ്ഗുണങ്ങളില്ലാത്തവരെ പോലും ജ്ഞാനികളായി കാണുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പുരാണങ്ങളിലും ഇതിലുമെല്ലാം കാണുന്നത്. അപ്പോൾ ആ ജ്ഞാനം പരമാർത്ഥത്തിൽ ബാഹ്യമായ ഒന്നിനെയും ആശ്രയിക്കുന്നു എന്നാണ്. മറിച്ച് ഈ പറയുന്ന സർവത്തെയും നിരാകരിക്കുന്നിടത്താണ് ജ്ഞാനം പ്രകടമാകുന്നത്. അതുകൊണ്ട് ഈ ഉറക്കത്തിൽ നിന്നുണരുന്നു എന്ന് പറയുന്നത് ഉറക്കവും ഉണർവുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരുവന്റെ ഉള്ളിൽ ജ്ഞാനം പ്രകാശിക്കുന്നതെന്നുള്ളത് നമുക്ക് കൂടുതൽ വ്യക്തമാകും. അതാണ് ഇവിടെ പറയുന്ന മുഖ്യം, ഉത്തമം എന്നിവിടെ പറയുന്നു. ഇവിടെ ഇനി പറയും ഇത് ഉത്തമമാണ്, വേണ്ടി വന്നാൽ മധ്യമോന്നും പറയാം എന്ന് പറയും. ഉത്തമം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? അവൻ സർവധാരണകളെയും ഒഴിവാക്കി. പറഞ്ഞിട്ടുണ്ടാവും, മനസ്സിനെ ഒരു തരത്തിലും മനസ്സിൽ ബന്ധനങ്ങളെ സൃഷ്ടിക്കാതെ അവൻ ശ്രവിക്കുന്നു, ശ്രുതിക്ക് അവൻ ചെവി കൊടുക്കുന്നു. അപ്പോൾ അവന് പ്രകാശിക്കുന്നു.
അതാണ് ഉത്തമാധികാരി എന്നൊക്കെ പറയുന്നത്. ഉത്തമാധികാരി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ബുദ്ധിയുള്ളവനാണ്, കഴിവുള്ളവനാണ്, അറിവുള്ളവനാണ്. അതിനൊന്നും ഇവിടെ യാതൊരു സാങ്കത്യവും ഇല്ല. മധ്യമനെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ താഴ്ന്നവനാണ്. അങ്ങനെ ഇവിടെ മധ്യമനെന്ന് പറഞ്ഞാൽ ഇത്രയും അർത്ഥമുള്ളൂ. എന്താണ്? ആ നിരപേക്ഷമായ അല്ലെങ്കിൽ ആ പറഞ്ഞല്ലോ സർവ്വധാരണകളെയും വിടുന്നതിനുള്ള അതിനൊരു ചെറിയ പരിശ്രമം ആവശ്യമായിട്ട് വരുന്നവനാണ് മധ്യമൻ എന്ന് പറയുന്നത്. ചിലർക്ക് പലപ്പോഴും തങ്ങളുടെ പല സങ്കല്പങ്ങളെയും വിടാൻ ബുദ്ധിമുട്ട് വരും. അതിനൊരു ചെറിയ പരിശ്രമം ആവശ്യമായിട്ട് വന്നാൽ അവൻ മധ്യമനായി. അത് കൂടുതൽ പരിശ്രമം ആവശ്യമായി വന്നാൽ അവൻ അധമനായി. അവനെ ശ്രവണം തന്നെ സഹായിക്കുന്ന എങ്ങനെ? ആത്മപ്രകാശനത്തിനല്ല, അതിനുള്ള യോഗ്യതയെ സമ്പാദിക്കുന്നതിന് അവനെ സഹായിക്കും. ആ നിരപേക്ഷമായ തലത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ശ്രവണം സഹായിക്കുന്നുണ്ടെങ്കിൽ അത് അധമനായി. അത് ബുദ്ധിയുടെ താരതമ്യമോ മറ്റെന്തെങ്കിലും യോഗ്യതകളുടെ താരതമ്യമോ അല്ല, ബാഹ്യമായിട്ടുള്ള ഒരു പരിശ്രമവും കൂടാതെ തത്വം പ്രകാശിച്ചാൽ അവൻ ഉത്തമനായി. പരിശ്രമത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് മധ്യമനും അധമനുമായി. പക്ഷെ മൂന്നിടത്തും മുഖ്യമായ അവലംബം എന്താണ്? ശ്രവണം തന്നെ. ഉത്തമനായാലും മധ്യമനായാലും അധമനായാലും ശരി, ഒരു അധികാരിയെ സംബന്ധിച്ച് ശ്രവണം കൂടിയേ തീരും. ശ്രവണം കൂടാതെ സാധ്യമല്ല. ഒരാൾ പറയണ ഞാൻ അധമനാണ് സ്വയം കരുതുക. ആരും സ്വയം അധമനെന്ന് കരുതുന്നത് നല്ലതല്ല. അത് തന്നെ അവന് തടസ്സമായി നിൽക്കും, ആ ധാരണ. പക്ഷേ തത്വം ശ്രവിക്കുന്നു, അതുള്ളിൽ പ്രകാശിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കാൻ എന്താണ്? അവിടെ തന്റേതായ പരിശ്രമങ്ങൾ വേണം. ആ പരിശ്രമത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഒരുവനെ മധ്യമനെന്നും അധമനെന്നും എല്ലാം പറയുന്നു. അവൻ പരിശ്രമിക്കുന്നവനാണ്. അവർക്ക് വേണ്ടിയാണ് ഇനി അടുത്ത് പറയുന്നതെന്ന് പറയും. കൂടുതൽ പരിശ്രമം ആവശ്യമായിട്ട് വരുന്നത് എന്തുകൊണ്ട്? അവന്റെ ശാസ്ത്രീയമായിട്ടാണ് വിപരീത ഭാവനകളും മറ്റും ദൃഢമായിരിക്കുന്നു, അഗ്രഹണം ദൃഢമായിരിക്കുന്നു. അവിടെ അവന് പരിശ്രമം വേണ്ടി വരുന്നു. അതെല്ലാം ദുർബലമായിരിക്കുമ്പോൾ അവനധികം പരിശ്രമത്തിന്റെ ആവശ്യമില്ല. എങ്കിൽ അവൻ മധ്യമനായി. തത്വശ്രവണത്തിൽ തന്നെ തത്വം ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉത്തമനാണ്. അവനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് യഥാ തഥാ പ്രതിബുദ്ധ്യത. അവനുടനെ ഉണരുന്നു എന്ന് പറയുന്നു. അടുത്തിനി അതിന് കഴിയാത്തവന് വേണ്ടി എങ്ങനെയെല്ലാം പരിശ്രമിക്കാം അതെല്ലാം പറയുന്നു. അതിൽ തന്നെ വ്യത്യാസമുണ്ട്. ആ പരിശ്രമം അതിനുള്ള വഴി ഇവിടെ തന്നെ പറയുന്നുണ്ട്. എങ്ങനെ പരിശ്രമിക്കണം? ധ്യാന സമാധികളെ കുറിച്ചൊക്കെയാണ് ഇനി ചർച്ച ചെയ്യുന്നത് അടുത്ത ഭാഗങ്ങളിൽ. അതിനും പരിശ്രമിക്കാൻ കഴിയാത്തവന് പിന്നെ മറ്റു തരത്തിലുള്ള അഭ്യാസങ്ങളെക്കുറിച്ച് മറ്റ് ശാസ്ത്രങ്ങളിൽ പറയുന്നു. യോഗമന്ത്ര തന്ത്രങ്ങളെല്ലാം പലതരത്തിലുള്ള ഉപാസനകൾ എല്ലാം അത് ശ്രുതി തന്നെ പറയുന്നു. അതിനെ ആശ്രയിച്ച നിരവധി ശാസ്ത്രങ്ങൾ. ആധ്യാത്മികമായ മാർഗത്തിൽ ആരെവിടെ നിന്നാലും അവർക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരുപാട് ഉപായങ്ങളുണ്ട്. എല്ലാവരും ഇവിടെ ശ്രുതി ശ്രവിക്കുന്നു. എല്ലാവരും ഉടനെ തന്നെ അവരുടെ ഉള്ളിൽ ജ്ഞാനം പ്രകാശിച്ച് മുക്തരായിത്തീരുന്നു എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം അവനവന്റെ യോഗ്യത അനുസരിച്ച് സംഭവിക്കത്തുള്ളൂ. പക്ഷെ എല്ലാവർക്കും വേണ്ടിയാണ് ശ്രുതി. ശ്രവണം ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചില്ലെങ്കിലും അതിനുള്ള യോഗ്യത അവനുണ്ടാകും. അതുകൊണ്ടാണ് ആചാര്യന്മാരെല്ലാം ഈ ശ്രവണത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. എപ്പോഴും തത്വം ശ്രവിക്കണം. ഒരുവൻ മൂർഖനാണെന്നറിഞ്ഞാലും ശരി, അവനിതിനുള്ള യോഗ്യതയില്ലെന്നറിഞ്ഞാലും ശരി, അവനോട് ശ്രോതവ്യ മന്ദവ്യ നിധിധ്യാസിതവ്യ എന്നാണ് ശ്രുതി പറയുന്നത്. നീ ശ്രവിക്കണം എന്നാണ് ശ്രുതി പറയുന്നത്.
ശ്രവിച്ചാൽ അവനത് ബോധ്യപ്പെടത്തില്ല എന്നറിയാം. അതുകൊണ്ടാണ് മന്ദവ്യ നിധിധ്യാസിതവ്യ എന്ന് തുടർച്ചയായിട്ട് പറയുന്നത്. പക്ഷെ അതും ചെവിക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയും പറയാറില്ലേ, എല്ലാവരും ശ്രവണം ചെയ്യണം, സത്സംഗം ശ്രവിക്കണം. ശ്രവിച്ചാലും ഇവൻ രക്ഷപ്പെടില്ല എന്ന് തികച്ചും ബോധ്യമുണ്ട്. എന്നാലും പറയുകയാണ്, പറഞ്ഞ പക്ഷം അത് അനുസരിക്കുമെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ എന്നോട് പറഞ്ഞു ആരും അനുസരിക്കാറില്ല, ഞാൻ പറയാറുണ്ട്. അനുസരിക്കുകയല്ല എന്ന് അറിഞ്ഞാലും പറയുന്നുണ്ട്. പറഞ്ഞാൽ കേൾക്കത്തില്ല, തലതിരിഞ്ഞവനാണെന്ന് ബോധ്യമുണ്ടെങ്കിലും പറയും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഈ ജന്മത്തിലല്ലെങ്കിൽ വരും ജന്മങ്ങളിലെങ്കിലും രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ടാണ്. എന്നോട് പറഞ്ഞതാണ്. പറഞ്ഞാലാരും കേൾക്കത്തില്ല. എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പറയാതിരിക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അതിനത്രമാത്രം പ്രാധാന്യമുണ്ട് ശ്രവിക്കുന്നതിന്. പക്ഷെ ഇവൻ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ്, എന്താണ്, ഞാൻ ശ്രവിക്കത്തില്ല. രണ്ടു കൈയും കൊണ്ട് ചെവി പൊത്തിയിരിക്കുകയാണ്, ഞാനിതിന് തയ്യാറല്ല. അപ്പോ ഗുരു വാശിയാണ്, അവനെ കൊണ്ട് ശ്രവിപ്പിച്ചേ തീരൂ എന്തു വന്നാൽ. ശിഷ്യന് വാശിയാണ്, ഞാൻ അനുസരിക്കത്തില്ല. ഈ മത്സരമാണ് നടക്കുന്നത്. എന്നാൽ എന്നെ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ, എന്നെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് നോക്കട്ടെ. ഈ നിലപാടിലാണ് ശിഷ്യൻ നിൽക്കുന്നത്. ഗുരു അങ്ങനെയല്ല, ഇവരെങ്ങനെയും രക്ഷപ്പെടുത്തിയേ തീരും. ധാരാ വിജയിക്കുന്നതെന്ന് കണ്ടറിയാൻ ചിലപ്പം പല ജന്മങ്ങൾ വേണ്ടി വന്നേക്കും. അത് തന്നെ മനുഷ്യനായി തന്നെ ആയിരിക്കണം നിർബന്ധമൊന്നും. ഈ അനുസരണക്കേടിന്റെ ശിക്ഷ മനുഷ്യജന്മത്തിൽ തന്നെ അനുഭവിച്ച് തീരാൻ ഒക്കത്തില്ല. രണ്ടു കാലുള്ള ജന്മത്തിൽ മാത്രം അത് അനുഭവിച്ചാൽ തീരത്തില്ല. അത് പറഞ്ഞാലും ഇവന് മനസ്സിലാകത്തില്ല. ഈ രണ്ടു കാലുള്ള ജന്മവും 4 കാലുള്ള ജന്മവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുമെങ്കിൽ ഇവനിങ്ങനെ കേൾക്കാതിരിക്കും, അനുസരിക്കാതിരിക്കും. വ്യത്യാസം പോലും മനസ്സിലാകാത്തവന്റെ അടുത്ത് അത് നമ്മുടെ പുരാണങ്ങളിൽ പറയും. എന്താണ്, ഈ മനുഷ്യജന്മത്തിൽ മാത്രമേ അവനെന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റൂ. ഈ 2 കാലുള്ള ജന്മത്തിൽ. 4 കാലുള്ള ജന്മത്തിൽ ഇതൊക്കെ അനുഭവിക്കാനേ പറ്റും. അവനവിടെയൊന്നും പ്രത്യേകിച്ച് പരിശ്രമിക്കാൻ ഒക്കത്തില്ല. ആധ്യാത്മിക സാധനയൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ ആ ജന്മത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും അവന്റെ ബുദ്ധിയിൽ പ്രകാശിക്കും, എന്റെ തലയിൽ. അപ്പൊ ഈ പറയുന്ന ഉപദേശങ്ങളൊക്കെ ഇപ്പൊ ഫലവത്തായി വന്നില്ലെങ്കിലും 4 കാലുള്ള ജന്മത്തിൽ ചിലപ്പോൾ ഇവന്റെ തലയിൽ പ്രകാശിച്ചു കഴിഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ ആയിരിക്കും ചിലപ്പോൾ ഇത് പ്രകാശിക്കുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാനും പറ്റത്തില്ല. പ്രാർത്ഥിക്കാനോ ജപിക്കാനോ ഒന്നും കഴിയത്തില്ല. പക്ഷെ ഇവന്റെ തലയിൽ ഒരു വെളിച്ചം ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. 4 കാലം നടക്കേണ്ടിയും വരും. ഇതൊക്കെ ആയിരിക്കും ഭാവി സംഭവിക്കാൻ പോകും, അനുസരണ ഇല്ലാത്തവൻ. പക്ഷെ ഇത് സംഭവിക്കും, സംഭവിച്ചേ തീരും. അല്ലെങ്കിൽ പിന്നെ ഗുരുവും ശാസ്ത്രവും എല്ലാം വ്യർത്ഥമാണെന്ന് പറയേണ്ടി വരും. ഇതൊക്കെ തികച്ചും അസംബന്ധമാണെന്ന് പറയേണ്ടി വരും. അപ്പൊ ശ്രവണം അങ്ങനെയാണ്. ഒന്നുകിൽ അവന് ഉള്ളിൽ ആ പ്രകാശത്തെ കൊടുക്കും, അല്ലെങ്കിൽ അവനെ അതിനുള്ള യോഗ്യനാക്കി തീർക്കും. അവനറിയാതെ തന്നെ അവനിൽ ഇതിന്റെ പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അവനറിയണമെന്നില്ല. പലരും പറയും, എന്താണ്, ഞാനിതൊക്കെ കേട്ടിട്ടും എനിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ, ഞാൻ നന്നാവുന്നില്ലല്ലോ എന്ന് പലരും പറയും. നന്നാവുന്നത് ഒരുവൻ സ്വയം അറിയണമെന്നില്ല. ഒരുവന്റെ അന്തരംഗത്തിന്റെ ശുദ്ധി അവന് സ്വയം വെളിപ്പെടണമെന്നില്ല എപ്പോഴും. അങ്ങനെ സംഭവിക്കുന്നു എന്ന് കുറഞ്ഞ പക്ഷം വിശ്വസിക്കുക എങ്ങനെ ചെയ്യും? അതിന് ശാസ്ത്രം പ്രമാണമാണ്. അതുകൊണ്ടാണ് മധ്യമാധികാരികളെക്കുറിച്ചും അധമാധികാരികളെക്കുറിച്ചും എല്ലാം ഇവിടെ പറയുന്നത്. എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പരമമായ തത്വത്തെ വെളിപ്പെടുത്തുന്നിടത്ത് തന്നെ മറ്റഭ്യാസങ്ങളെക്കുറിച്ചും ഉപായങ്ങളെക്കുറിച്ചും ഒക്കെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാർക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തത്വശ്രവണം ഒരിക്കലും വ്യർത്ഥമാണെന്ന് ആരും ധരിക്കരുത്. തത്വം ശ്രവിക്കുന്നു, തത്വം എന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നില്ല, അതുകൊണ്ട് ഇത് വ്യർത്ഥമാണെന്നും ധരിക്കരുത്. അതിന് മറ്റു പ്രയോജനങ്ങളുണ്ടാവും. ഇവിടെ ആ പരമാർത്ഥത്തെ പറയുന്നു. യഥാ തഥാ ഇവം പ്രതിബുദ്ധ്യത്തെ. അവൻ ആ സമയത്ത് തന്നെ അത് പ്രകാശിക്കുന്നു. ശ്രവണത്തിൽ തന്നെ അവന്റെ ഉള്ളിൽ തെളിയുന്നു. ഏതുപോലെ ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് പോലെ ഉണർവിൽ നിന്നും അവൻ ഉണരുന്നു. കഥം നാസ്മിൻ ബാഹ്യം ആഭ്യന്തരം വാ
ജന്മാദിഭാവ വികാരോ അസ്യതോ അജം സബാഹ്യാഭ്യന്തരോ ഹ്യജൈതി ശ്രുതേ. ശ്രുതി തന്നെ പറയുന്നുണ്ട് അവന്റെ പരമാർത്ഥ സ്വരൂപത്തെ. ആ ബോധം എങ്ങനെയാണ്? അവനിൽ നിന്ന് നിലനിൽക്കുന്ന എല്ലാ ബോധങ്ങളെയും നിരാകരിക്കുന്നതാണ്. അതാണ് പറയുന്നത്. എന്നുള്ള ബോധം എങ്ങനെയാണ്? ജനിച്ചവനാണ്, ജീവിക്കുന്നവനാണ്, മരിക്കുന്നവനാണ്. അവന്റെ ആ ധാരണകളെല്ലാം അവനിൽ സ്വയം തിരുത്തപ്പെടുന്നു. നാസ്മിൻ ബാഹ്യമാഭ്യന്തരം വാ ജന്മാദിഭാവവികാരോ അസ്തി. അവന് കാര്യമില്ല, കാരണമില്ല, ജന്മാദി വികാരങ്ങളൊന്നുമില്ല. അതുകൊണ്ടവൻ അജനാണ്. തന്റെ സ്വരൂപം ബാഹ്യം ആഭ്യന്തരം ഇല്ലാത്ത അജനാണ്, കാര്യകാരണങ്ങളില്ലാത്തവനാണ്. അവന് നിദ്രയുമില്ല, ജാഗ്രതയുമില്ല. ഇതാണ്. നിദ്രയിൽ നിന്ന് ഉണരുമ്പോൾ അവന് നിദ്രയുണ്ട്, ജാഗ്രതയുണ്ട്. ജാഗ്രതയിൽ നിന്ന് ഉണരുമ്പോൾ അവന് നിദ്രയുമില്ല, ജാഗ്രതയുമില്ല. ശ്രുതിയും പറയുന്നുണ്ട് സർവഭാവവികാരവർജിതം. ഭാവവസ്തുക്കളിൽ കാണുന്ന വികാരങ്ങളൊന്നും അവനില്ല. ജന്മം തുടങ്ങി മരണം വരെയുള്ള വികാരങ്ങൾ തന്നെ സംഭവിക്കുന്നില്ല. യസ്മാത് ജന്മാദി കാരണഭൂതം നാസ്മിൻ അവിദ്യാ തമോ ബീജം നിദ്ര വിദ്യതേ ഇത്യതിനിദ്രം. യസ്മാത് ജന്മാദി കാരണഭൂതം നാസ്മിൻ അവിദ്യാ തമോ ബീജം നിദ്ര വിദ്യതേ ഇത്യനിദ്രം. അനിദ്രനാണ്. ജന്മാദികൾക്ക് കാരണമായിരിക്കുന്ന എന്ന് പറയുമ്പോൾ ജാഗ്രതത്തിനും സ്വപ്നത്തിനും എല്ലാം കാരണമായിരിക്കുന്നു. ആ ജാഗ്രതത്തിലാണ് നമ്മൾ ജന്മാദികളെ കുറിച്ചെല്ലാം സങ്കല്പിക്കുന്നത് പ്രധാനമായിട്ട്. അതിനെല്ലാം കാരണമായിരിക്കുന്ന എന്താണ്? അവിദ്യ തമോ ബീജമാണ് നിദ്ര. സുഷുപ്തി മാത്രമല്ല, ഉറങ്ങുന്നതിനും ഉണർവിനും കാരണമായിരിക്കുന്നത്. ജാഗ്രതത്തിലിരുന്ന് ജന്മാദികളെ കുറിച്ചെല്ലാം ചിന്തിക്കുന്നതിന് കാരണമായിരിക്കുന്നു. അതാണ് നിദ്ര. നിദ്ര എന്ന് പറയുന്നത് ഇവിടെ ഉറക്കം എന്നുള്ള അർത്ഥത്തിലല്ല. ഉറക്കത്തിലെ ഇരുളിനെ കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നു. ജാഗ്രതത്തിലെ ഇരുളിനെ കുറിച്ച് പറയുന്നു, ജാഗ്രതത്തിലെ അവിവേകത്തെ കുറിച്ച് പറയുന്നു. അതില്ലാത്തതാണ് നിന്റെ സ്വരൂപം എന്ന് ബോധിക്കുന്നു എന്നാണ്. ഉറക്കത്തെ സംബന്ധിച്ച് ചോദിക്കും, എന്താണ് ഈ ഉറക്കം എങ്ങനെയായിരുന്നു? അവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ആത്മാവല്ലാതെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അജ്ഞാനം അതുണ്ടായിരുന്നു, അതില്ലായിരുന്നതിനെ കുറിച്ചൊക്കെ തർക്കങ്ങളുണ്ട്. വേദാന്തികൾ തന്നെ തർക്കിക്കും. ഉണ്ടെന്ന് പറയും, ഇല്ലെന്ന് പറയും. അത്തരം ഒരു തർക്കമുള്ളതുകൊണ്ട് ആ തർക്കങ്ങളെല്ലാം പാടെ നിഷേധിച്ചുകൊണ്ട് പറയണം എന്താണ്? ആ നിദ്രയേ ഇല്ല ഇവിടെ. നിദ്ര അംഗീകരിച്ചിട്ട് വേണമല്ലോ അവിടെ പിന്നെ അജ്ഞാനം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തർക്കിക്കേണ്ടത്. നിദ്രയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആദ്യം നമ്മൾ നിദ്ര അംഗീകരിക്കണം, അങ്ങനെ ഒന്നുണ്ട്. രണ്ടാമത് പിന്നെ ചിന്തിക്കണം എന്താണ് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, ആത്മാവുണ്ടോ അനാത്മാവുണ്ടോ. ഇവിടെ പറയുന്നു ആ നിദ്രയേ ഇല്ല. പിന്നെ അതിനെക്കുറിച്ച് തർക്കങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അനിദ്രമാണ്. മുമ്പ് പറഞ്ഞു എന്താണ്? ജാഗ്രതത്തിനും സ്വപ്നത്തിനും എല്ലാം അനുവർത്തിക്കുന്ന നിദ്ര. ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നമ്മൾ ആ നിദ്രയിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടുന്നില്ല. ഉണർവിനും ആ നിദ്ര നമ്മോടൊപ്പം നിൽക്കുകയാണ്. അതാണ് ആത്മാവിനെ മറച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിനെ നിഷേധിക്കുന്നു. ആത്മാവ് മാത്രം പ്രകാശിക്കുന്നു. നിത്യനിദ്രം അതവന് ബോധ്യപ്പെടുന്നു. ഇതാണ് അവൻ അജമായും അനിദ്രമായും ബോധ്യപ്പെടുന്നു എന്ന് പറയുന്നു. തന്നെ ബോധ്യപ്പെടുത്തുന്നു എന്ന് പറയുന്നു. അനിദ്രം ഹിതത്തുരീയം അതേവ അസ്വപ്നം. അത് അനിദ്രമാണ്, അതുകൊണ്ട് തന്നെ അത് അസ്വപ്നവുമാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ എല്ലാം തന്നെ നിഷേധിക്കുകയാണ്. തന്നിമിത്തത്വ അന്യഥാഗ്രഹണസ്യ. ഈ അന്യഥാഗ്രഹണം, ഈ പലതും കാണുന്നത്, അതിന് കാരണം എന്താണ്? തന്നെ കാണാതിരിക്കുന്നതാണ്. തന്നെ കാണാതിരിക്കുന്നത് അഗ്രഹണം, പലതിനെയും കാണുന്ന അന്യഥാഗ്രഹണം. തന്നെ കാണാതിരിക്കുന്നതുകൊണ്ട് പലതിനെയും കാണുന്നു. യസ്മാത് അനിദ്രം അസ്വപ്നം തസ്മാത് അജം അദ്വൈതം തുരീയം ആത്മാനം ബുദ്ധ്യതേ തഥാ. ആ പരമാർത്ഥ ബോധം എങ്ങനെയാണെന്ന് പറയുന്നു. അനിദ്രവും അസ്വപ്നവും അജവും അതുകൊണ്ട് തന്നെ അദ്വൈതവുമാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികളെല്ലാം ഉള്ളപ്പോൾ അദ്വൈതം, അതില്ലെങ്കിൽ അത് അദ്വൈതം.
തുരീയം അതിനെ പറയുന്നു. ജാഗ്രത സ്വപ്ന സുഷുപ്തികളെല്ലാം അവിടെ നിഷേധിക്കുന്നുണ്ട്, അത് തുരീയമായി. അങ്ങനെ തഥാ ആത്മാനം ബുദ്ധിരെ തന്നെ ബോധ്യപ്പെടുന്നു. അങ്ങനെ തനിക്ക് താൻ വെളിപ്പെടുന്നു. ഇവിടെ തനിക്ക് താൻ തന്നെ വെളിപ്പെടുകയാണ്. ഉണർവിൽ എന്താണ്? തനിക്ക് പലതും വെളിപ്പെടുന്നു. അത് തന്നെ തന്നെ താൻ പലതായി വെളിപ്പെടുത്തുന്നു എന്ന് പറയും. ഇവിടെയാണെങ്കിലോ ശ്രവണം കൊണ്ട്, ശ്രുതിയുടെ ആ പ്രബോധനം കൊണ്ട് തനിക്ക് താൻ തന്നെ വെളിപ്പെടുന്നു. അതിനെയാണ് ഇവിടെ തുരീയം എന്ന് പറയുന്നത്. ഇതിനെല്ലാം നിഷേധിച്ചിട്ട് വെളിപ്പെടുന്നത്. അതാണ് യഥാ തഥാ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അനാദി മായയാ സുപ്തോ യഥാ ജീവപ്രബുദ്ധ്യതേ അജം അനിദ്രമസ്വപ്നം അദ്വൈതം ബുദ്ധ്യതേ തഥാ പ്രപഞ്ചോ യദി വിദ്യേത നിവർത്തേത ന സംശയ മായാമാത്രമിദം ദ്വൈതം അദ്വൈതം പരമാർത്ഥത പ്രപഞ്ച നിവൃത്തിയാ ചേത് പ്രതിബുദ്ധ്യതേ അനിവൃത്തിയെ പ്രപഞ്ചേ കഥം അദ്വൈതമിതി ഉച്യതേ. ഈ പ്രപഞ്ച നിവൃത്തിയെക്കുറിച്ചാണ് നമ്മുടെ സങ്കല്പങ്ങളെല്ലാം. നമ്മൾ ആഗ്രഹിക്കുന്നതാണ് എന്താണോ? ഈ പ്രപഞ്ചം നമ്മളെ ഒരുപാട് ശല്യപ്പെടുത്തുന്നുണ്ട്. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അനുഭവങ്ങൾ തന്നെ, നമുക്ക് സുഖവും ദുഃഖവും എല്ലാം മാറി മാറി തന്നുകൊണ്ടിരിക്കുന്ന ഈ അനുഭവങ്ങൾ, ഇതിനാണ് നമ്മൾ പ്രപഞ്ചം എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഇതില്ലാതാകണം, പ്രപഞ്ച നിവൃത്തി. ആ പ്രപഞ്ച നിവൃത്തി കൊണ്ടാണ് ബോധം, അല്ലെങ്കിൽ ബോധത്തിലൂടെ പ്രപഞ്ച നിവൃത്തി സംഭവിക്കണം, ആത്മബോധം കൊണ്ട് അത് സംഭവിക്കണം. അങ്ങനെയാണ് നമ്മളെ ധാരണയാണെങ്കിൽ പ്രപഞ്ച നിവൃത്തി കൂടാതെ ഈ പറയുന്ന അദ്വൈതമൊന്നും സംഭവിക്കത്തില്ല എന്ന് ശങ്കിക്കാം. അതിന് ഇവിടെ സമാധാനം പറയുകയാണ്. ഉച്ചതേ സത്യമേവം സ്യാത് പ്രപഞ്ചോ യതി വിദ്യേത. പ്രപഞ്ച നിവൃത്തിയെക്കുറിച്ച് ഇങ്ങനെ സ്വപ്നം കാണുന്നവരോട് പറയുകയാണ്, ഇതില്ലാതാകണം, ഇത് മറയണം. പറയുന്നത് ഉണ്ടായിട്ട് വേണ്ടേ മറയാൻ. ഒന്നില്ലാതാകണമെങ്കിൽ എന്ത് വേണം? അത് ഉണ്ടായിരിക്കണം. അത് ഉള്ളതല്ല, ഇത് മറയുന്നത്. ഉള്ളതാണെങ്കിലേ മറയാൻ പറ്റും. നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ, നമ്മുടെ മുമ്പിൽ നമ്മൾ അനുഭവിക്കുന്ന പല വസ്തുക്കളും മറഞ്ഞു പോകും, നശിച്ചു പോകും, നമ്മുടെ കാഴ്ചയ്ക്ക് വിഷയമല്ലാതായിത്തീരും. ഇതിങ്ങനെ പ്രപഞ്ചത്തിൽ നമ്മുടെ അനുഭവത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ കരുതിയാണ് ഈ പ്രപഞ്ചവും ഇതുപോലെ മറഞ്ഞു പോകണം. ഇതിവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നാണ്. ഉള്ളതാണെങ്കിലേ മറയത്തുള്ളൂ, ഇതുള്ളതല്ല. രജ്ജ സർപ്പവിധ കൽപ്പിതത്വ നതു സവിദ്യതേ. ഇതിന്റെ നിലയെന്ന് പറയുന്നത് എന്താണ്? രജ്ജുവിൽ നമ്മൾ സർപ്പത്തെ കൽപ്പിച്ചതുപോലെയാണ് ഇതിന്റെ നില. അതുകൊണ്ട് ഇതിന് നിലനിൽപ്പില്ല എന്നർത്ഥം. കൽപ്പനയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ സങ്കല്പങ്ങൾ വരുന്നോ അതിനെ അടുത്ത് നിഷേധിക്കും. കൽപ്പനയെന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന സങ്കല്പങ്ങളുണ്ട്, അതും നിഷേധിക്കും. എന്നാലും നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞാലേ പറ്റും. അതുകൊണ്ട് എന്താണ് ഇത് കൽപ്പിതമാണെന്ന് ആദ്യം പറയുന്നത്. കൽപ്പിതം എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ഉള്ളതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ, എന്നുവെച്ചാൽ ഇത് പരമാർത്ഥമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മറിച്ച് ധരിക്കുകയും ചെയ്തത് എന്താണ്? ഇത് ഞാൻ കൽപ്പിച്ചതാണ് എന്നും ധരിക്കരുത്. എന്റെ കൽപ്പനയ്ക്കനുസരിച്ചാണ് പ്രപഞ്ചമെന്നും ധരിക്കരുത്. ഞാൻ എന്ന് പറയുന്ന ആരെ? ഈ ഞാൻ എന്ന് പറയുന്നത് എന്റെ അഹന്തയാണ്. ഈ അഹന്തയ്ക്ക് ഈ ലോകത്തെ കൽപ്പിക്കാനൊന്നും പറ്റത്തില്ല. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ കൽപ്പനയാണ്, എന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞ് ഇത് അഹന്തയുടെ കൽപ്പനയായിട്ടാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഒരിക്കലുമല്ല. ഇനി അടുത്ത് പറയും, മുമ്പോട്ട് വരുന്ന ഭാഗങ്ങൾ പറയും എന്താണോ? ആ തുര്യൻ അവൻ അഹന്തയെ കൽപ്പിച്ചു, തുടർന്ന് ഈ ലോകത്തെ കൽപ്പിച്ചു എന്ന് പറയും. അതുകൊണ്ട് തന്നെ എന്താണ്? അഹന്തയ്ക്ക് ഇതൊന്നും കൽപ്പിക്കാനൊക്കത്തില്ല. അഹന്ത ഉൾപ്പെടെയുള്ള എല്ലാത്തിനും ഇവിടെ ഒരേ നിലയാണ്, പാരമാർത്ഥികമായ നിലയല്ല. എന്നാൽ ഇത് അനുഭവ നിലയാണ്. താനും അനുഭവപ്പെടുന്നുണ്ട്.
അനുഭവപ്പെടുന്നു എന്നാൽ പരമാർത്ഥമല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് കൽപ്പിച്ചു എന്ന് പറയുന്നത്. അല്ല, നമ്മൾ ധരിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിത് കൽപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് പരമാർത്ഥമല്ല. അതാണ് കൽപ്പിതത്വ നതു സവിദ്യത. ഇത് നിലനിൽക്കുന്നില്ല. വിദ്യമാന നിവർത്തേതെന്ന സംശയം. ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിനൊരു നിലനിൽപ്പുണ്ടെങ്കിൽ ഇതില്ലാതായാണ്. ഇതിന് നിലനിൽപ്പേ ഇല്ല, അതുകൊണ്ട് ഇതില്ലാതാകുന്നില്ല എന്നർത്ഥം. ഇതെന്താണ് പറയും? ഇത് അവസാനിക്കാത്ത ഒരു സ്വപ്നം പോലെ. സ്വപ്നം നമ്മൾ സത്യമല്ലാന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നു? അത് അവസാനിച്ചു പോകുന്നതുകൊണ്ടാണ്. ഇതാണെങ്കിലോ മരണം വരെ ഇത് അവസാനിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് സ്വപ്നം പോലെ ധരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിന്റെ നില, അനുഭവം നില സ്വപ്നം പോലെ തന്നെ. സ്വപ്നത്തെ പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് ബോധിക്കുന്നത് പോലെ ഇതിനെയും ബോധിക്കുന്നു. ഇത് പരമാർത്ഥമല്ല എന്ന സംശയ അടുത്ത് പറയുന്നു. ഉണ്ടായിരുന്നതാണെങ്കിൽ ഇത് നിവർത്തിച്ചേനെ. അപ്പൊ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ഒരു സങ്കല്പം വയ്ക്കേണ്ടത് എന്താണ്? ഇതെല്ലാം മാഞ്ഞു പോകണം, മറഞ്ഞു പോകണം, മറഞ്ഞു പോകുന്നതാണ് പരമാർത്ഥം. അങ്ങനെ സങ്കല്പിക്കുന്നു. ഇതിനെ മറയുന്നതിനുള്ള ശേഷി പോലും ഇതിനില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഹി രജ്വാം ഭ്രാന്തി ബുദ്ധ്യാ കൽപ്പിത സർപ്പ വിദ്യമാനസൻ വിവേകത എന്ന് കിട്ടും. നമ്മൾ ഒരു ഭ്രാന്തി ഉണ്ടാകുമ്പോൾ രജ്ജുസർപ്പം പോലുള്ള ഭ്രാന്തികളിൽ അത് പരമാർത്ഥത്തിൽ നിന്നിട്ടില്ലാതാകുകയല്ല. അനുഭവത്തിൽ നിൽക്കുന്നു ഒരു ക്ഷണമാണെങ്കിലും പിന്നീട് അനുഭവത്തിൽ അതില്ലാതെ വരുന്നു. അതിന് വാസ്തവത്തിലുള്ള ഒരു നിലനിൽപ്പ് ഒരിക്കലും സംഭവിക്കുന്നില്ല. നമ്മൾ കാണുന്ന സമയത്തോ അതിന് മുമ്പോ അതിന് ശേഷമോ അതിന് വാസ്തവം നിലനിൽപ്പില്ല. കാണുന്ന സമയത്തോ അതിന് മുമ്പും പിമ്പും അല്ലാതെ അതിന്റെ അനുഭവം ഇങ്ങനെ നിലനിൽക്കുന്നു എന്നേ ഉള്ളൂ. പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും പരമാർത്ഥ ബുദ്ധി വരാൻ പാടില്ല. പ്രപഞ്ചം അങ്ങനെ നിലനിന്നോട്ടെ, പ്രപഞ്ചത്തിന്റെ അനുഭവം അത് തുടരട്ടെ. അതൊന്നും ഒരിക്കലും ദോഷമുള്ള കാര്യങ്ങളല്ല. പ്രപഞ്ചം മറയണം എന്നിവിടെ നിർബന്ധമൊന്നുമില്ല. പ്രപഞ്ചം മറഞ്ഞതുകൊണ്ട് വിശേഷതയൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഉറക്കത്തിലൊന്നും മറയുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചതുമില്ല. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ ഈ നിലനിൽപ്പ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മറയൽ അതിവിടെ ഒരു വിഷയമേ അല്ല. എന്ന് പറയുന്നു ഉള്ളതാണെങ്കിൽ ശരി, നമുക്ക് മറയുമെന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇല്ലാത്തതിനെ മറയുമെന്നങ്ങനെ സങ്കല്പിക്കും. പരമാർത്ഥമല്ലാത്തത് അതങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. നൈവ മായാവിന പ്രയുക്ത തദ്ദർശനാം ചക്ഷുർബന്ധാവഗമേ വിദ്യമാന സതി നിവൃത്ത. കൺകെട്ടുകാരൻ അവന്റെ കൺകെട്ട് വിദ്യ കൊണ്ട് പലതും കാണിച്ചു. കാണുന്നവന്റെ കാഴ്ചയിൽ എന്തോ വ്യത്യാസം വന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം അവിടെ പ്രത്യേകിച്ച് അവൻ കാണിച്ച കാഴ്ചകളൊന്നും ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിനെ കൺകെട്ടെന്ന് വിളിക്കുന്നത്. ഇന്ദ്രജാലം പോലെ. താൻ കണ്ടു എന്ന് പറയുന്ന പരമാർത്ഥമാണ്. ഒരുപാട് കാര്യങ്ങൾ കണ്ടു. പക്ഷെ തന്റെ അനുഭവം അതിനെ നിഷേധിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിന്റെ പരമാർത്ഥം എന്ന് പറയുന്നത്. പക്ഷെ അതിൽ പരമാർത്ഥതയില്ല. കണ്ടു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അതുപോലെയാണ് പ്രപഞ്ചത്തിന്റെ സ്ഥിതി. പരമാർത്ഥമല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ്? ആത്മാവിന്റെ സ്വരൂപത്തെ ഇതിന് ബാധിക്കുന്നതിന് ശേഷിയില്ല. ആത്മാവിനെ ഒരിക്കലും ബന്ധനത്തിലാക്കുന്നതിന് ഈ പ്രപഞ്ചത്തിന് ശക്തിയില്ല. പിന്നെ ഇതെന്തിനു നിവർത്തിക്കണം, ഇല്ലാതാകണം, അതിന് മറഞ്ഞു പോകണം. തഥാ ഇതം പ്രപഞ്ചാഖ്യം മായാമാത്രം ദ്വൈതം രജ്ജുവത് മായാവിവച്ച അദ്വൈതം പരമാർത്ഥ തസ്മാ ന കശ്ചിത് പ്രപഞ്ച പ്രവൃത്തോ നിവൃത്തോ വാസീത് അഭിപ്രായം. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി ഇതിവിടെ ഒരു വിഷയമേ അല്ല. പ്രപഞ്ചത്തിന്റെ ഉത്പത്തി അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നാശം, സൃഷ്ടി അല്ലെങ്കിൽ പ്രളയം, ഇതൊന്നും ഇവിടെ ചിന്തയ്ക്ക് വിഷയമേ അല്ല. ഒരു ഉദാഹരണം പറഞ്ഞാണ്. എന്താണ്? മായാമാത്രം. രജ്ജു അവിടെ സത്യമായിരിക്കുന്നു, മായാവി സത്യമായിരിക്കുന്നു, ആപേക്ഷികമായി. അവിടെ സർപ്പത്തിന്റെയും മായയുടെയും സ്ഥാനത്താണ് പ്രപഞ്ചം നിൽക്കുന്നത്, പരമാർത്ഥത്തിന്റെ സ്ഥാനത്തല്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ
വിലയത്തെക്കുറിച്ചോ നിവൃത്തിയെക്കുറിച്ചോ ഇതിന്റെ മറിഞ്ഞു പോകുന്നതിനെക്കുറിച്ചോ ഒന്നും യാതൊരു ധാരണയും വേണ്ട. അജവും നേരത്തെ പറഞ്ഞല്ലോ, അജം, അനിദ്രം, അസ്വപ്നം, അദ്വൈതം എല്ലാമായിരിക്കുന്ന ഈ ആത്മാവിനെ ബന്ധിക്കുന്നതിനാണ് ശേഷിയില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നെ അവിടെ ബന്ധനമില്ല. പ്രപഞ്ചം കാണുന്നോ കാണാതിരിക്കുന്നോ എന്നുള്ളതിനൂടെ യാതൊരു പ്രാധാന്യമില്ല. നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രപഞ്ചത്തെ കാണാം, അല്ലെങ്കിൽ സമാധി പരിശീലിച്ചിട്ട് ഈ പ്രപഞ്ചത്തെ ഇല്ലാതാക്കാം, ഉറങ്ങിയിട്ട് പ്രപഞ്ചത്തെ വിസ്മരിക്കാം. എന്തഭ്യാസങ്ങൾ വേണോ ചെയ്യാം, ഒരു അഭ്യാസവും ചെയ്യാതെയിരിക്കും. അതിനൊന്നും ഇവിടെ പ്രത്യേകിച്ച് യാതൊരു പ്രസക്തിയില്ല. നമ്മൾ പറയുന്നു പ്രവൃത്തോ നിവൃത്തവോ, ഇത് രണ്ടിലും താല്പര്യമില്ല. പ്രപഞ്ചത്തിന്റെ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ നിവൃത്തിയിലോ. അത് ഈ പ്രപഞ്ചം ഉപദ്രവമാണല്ലോ. പ്രപഞ്ചം പ്രാപഞ്ചിക കാര്യങ്ങളിൽ എല്ലാവരും ചിന്തിക്കുന്ന അങ്ങനെയാണല്ലോ. പ്രാപഞ്ചികമായ കാര്യങ്ങൾ, പ്രാപഞ്ചികമായ വ്യവഹാരങ്ങളിൽ ഇടപെട്ടിരിക്കുമ്പോൾ മനസ്സ് വിക്ഷിപ്തമാകുന്നു, ജപിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ധ്യാനിക്കാൻ പറ്റുന്നില്ല, ആഗ്രഹിക്കുന്നത് പോലെ ഒരു ആധ്യാത്മിക സാധനം ചെയ്യാൻ പറ്റുന്നില്ല. ചിത്തവിക്ഷേപം, അനാവശ്യമായ പല ചിന്തകളും കടന്നു വരുന്നു, മനസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തെ നിരോധിക്കുക, സർവ്വവ്യവഹാരങ്ങളെയും ഉപേക്ഷിക്കുക, ഏകാന്തതയിലിരിക്കുക, ധ്യാനിക്കുക, സമാധി പ്രവേശിക്കുക. ഇതാണ് സാധാരണ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ആധ്യാത്മികമായി താല്പര്യമുള്ളവർ ആഗ്രഹിക്കുന്നില്ല. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ കഴിയാറുമില്ല. അത് വാസ്തവം, അതതിന്റെ മറുവശം. പക്ഷെ മനുഷ്യന്റെ ആഗ്രഹം ഇതാണ്. ഈ ആഗ്രഹം തെറ്റെന്നല്ല പറയുന്നത്. ഈ ആഗ്രഹത്തിന് ഒരുവനെ പ്രേരിപ്പിക്കുന്ന എന്താണ്? അടിസ്ഥാനപരമായി ഈ പ്രപഞ്ചം വാസ്തവമാണ്, ഈ പ്രപഞ്ചം സത്യമാണെന്നുള്ള ബോധമാണ്. ഈ പ്രപഞ്ചം ആത്മാവിനെ ബാധിക്കുന്നു എന്നുള്ള അനുഭവമാണ്. ഇവിടെ ആ ഒരു ധാരണയാണ് നിരാകരിക്കുന്നത്, നിഷേധിക്കുന്നത്. പ്രപഞ്ചം ആത്മാവിനെ ബാധിക്കുന്നില്ല. ചിന്തയും വികാരവും വിചാരവും അതിനെല്ലാം ആധാരമായിരിക്കുന്ന മനസ്സും ഇതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഇതൊന്നും ഒരിക്കലും ആത്മാവിനെ ബന്ധിക്കുന്നില്ല, ബാധിക്കുന്നുമില്ല. ഇതാണ് ഇവിടെ പറയുന്നത്, മാണ്ഡൂക്യം പറയുന്നതാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ വികാര വിചാരങ്ങളെ കുറിച്ചൊന്നും ചിന്തിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തെ മാറ്റാനോ മറിക്കാനോ ഒന്നും സാധ്യവുമല്ല. അത് അനുകൂലമായാലും പ്രതികൂലമായാലും ഒരുപോലെ തന്നെ. എന്തുകൊണ്ട്? അത് പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാത്ത ഒന്നിന് ആത്മാവിനെ ബാധിക്കാൻ സാധ്യമല്ല. ഈ ഒരു തത്വത്തെ ബോധിക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്? പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള പ്രവൃത്തിയും നിവൃത്തിയില്ല. പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ മാറി നിവൃത്തിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പ്രപഞ്ചത്തിലെ ഈ പ്രവൃത്തികൾ ശല്യമാണെന്ന് നമുക്ക് തോന്നുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നിവൃത്തി ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? പ്രവൃത്തിയും നിവൃത്തിയും രണ്ടും തുല്യമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. തത്വത്തെ ഗ്രഹിക്കുന്നവന് രണ്ടും തുല്യമാണ്. തത്വത്തെ ഗ്രഹിക്കാത്തവൻ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തി ആഗ്രഹിക്കും. തത്വത്തെ ഗ്രഹിച്ചവന് പ്രവൃത്തിയും നിവൃത്തിയും സംബന്ധം. അപ്പോൾ തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തി വേണോ നിവൃത്തി വേണോ? തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നത്തിന്, ചോദ്യത്തിന് നിലനിൽപ്പില്ല. പ്രവൃത്തിയാണോ നിവൃത്തിയാണോ? എന്തുകൊണ്ട് അവിടെ രണ്ടില്ല? അദ്വൈതം, പരമാർത്ഥത. ഈ ചോദ്യങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു? ദ്വൈതത്തിലാണ് നിൽക്കുന്നത്. അദ്വൈതത്തെ ബോധിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചോദ്യമില്ല. ചോദ്യാജ്ഞന്റെ നിലയിലാണ്. അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യചിഹ്നം വരത്തില്ല. എന്താണ്? ഞാൻ പ്രവർത്തിക്കണമോ നിവർത്തിക്കണമോ? കാരണം അവനെ സംബന്ധിച്ച് അങ്ങനെ രണ്ടില്ല. എന്ന് വെച്ചാൽ അവനെ സംബന്ധിച്ച് പ്രവൃത്തിയിലും നിവൃത്തിയിലും ഭേദമില്ല എന്നല്ല. പ്രവൃത്തിയെ മോശമായിട്ടോ നിവൃത്തിയോ ശ്രേഷ്ഠമായിട്ടോ അവൻ കാണുന്നില്ല പരമാർത്ഥത്തിൽ. ആ തത്വബോധത്തിന് അതിനുള്ള ശേഷിയുണ്ട്. എന്തുകൊണ്ട്? തത്വബോധത്തിൽ അവന് ഈ പ്രവൃത്തിയോ
പ്രവൃത്തി അവനെ ബന്ധിക്കുന്നില്ല, നിവൃത്തി അവന് പ്രത്യേകിച്ച് സുഖം കൊടുക്കുന്നില്ല. നമ്മൾ സാധാരണ എന്താണ് കരുതുന്നത്? പ്രവൃത്തി എന്നെ ബന്ധിക്കുന്നു എന്ന് കരുതുമ്പോൾ ഞാൻ നിവൃത്തിയിൽ നിന്നും സുഖം തേടാൻ ആഗ്രഹിക്കുന്നു. അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. തത്വത്തെ ബോധിച്ചവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവന് പ്രവൃത്തി ബന്ധിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അവൻ നിവൃത്തിയിൽ നിന്ന് സുഖം നേടുന്നതുമില്ല. സുഖം നേടേണ്ട ഒന്നല്ലല്ലോ. അവൻ പ്രവൃത്തി നിവൃത്തികൾക്ക് അതീതനായി നിൽക്കുന്നു. എന്തുകൊണ്ട്? പ്രവൃത്തി നിവൃത്തികൾക്ക് അതീതനായ ആത്മാവാണ് താനെന്ന് അവൻ ബോധിക്കുന്നു. പ്രവൃത്തി നിവൃത്തികൾക്ക് അതീതനായ ആത്മാവാണെന്ന് താൻ ബോധിച്ചാൽ അവനെന്തായി? അവൻ സ്വതന്ത്രനായി, സർവതന്ത്ര സ്വതന്ത്രനായി, സർവകർമ്മ സ്വതന്ത്രനായി, സർവസങ്കല്പ സ്വതന്ത്രനായി. അപ്പൊ പിന്നെ അവന് പ്രവൃത്തിയെ സംബന്ധിച്ചോ നിവൃത്തിയെ സംബന്ധിച്ചുള്ള വ്യാകുലതകളൊന്നുമില്ല. അതാണ് പ്രവൃത്തോ നിവൃത്തോ അസ്തി. പ്രപഞ്ചം പ്രവർത്തിക്കുന്നു നിവർത്തിക്കുന്നു എന്നവൻ ആത്മനിഷ്ഠമായി മനസ്സിലാക്കുന്നു. തന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അന്യനെ സംബന്ധിച്ചല്ല, അല്ലെങ്കിൽ അന്യമായ ഒരു ആത്മാവിനെ സംബന്ധിച്ചല്ല പറയുന്നത്. അപ്പൊ പിന്നെ അവൻ എന്തിനു പ്രവൃത്തിയെ ഭയപ്പെടണം? എന്തിനവൻ നിവൃത്തിയെ മാത്രം ആഗ്രഹിക്കണം? അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? അങ്ങനെ ഒരവസ്ഥയിൽ ബന്ധവുമില്ല, മോക്ഷമില്ല എന്ന് പറയും. നിവർത്തിയാണ് അവൻ മോക്ഷമായിട്ട് കരുതുന്നത്. പ്രവൃത്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മോക്ഷമെന്ന് കരുതുന്നു. അങ്ങനെ അവന് തന്നിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു മോക്ഷത്തിന്റെ ആവശ്യമില്ല. നമ്മൾ സങ്കല്പത്തിലൂടെ സൃഷ്ടിക്കുന്ന മോക്ഷങ്ങളാണ് ഇതൊക്കെ. സ്വന്തം സങ്കല്പത്തിലൂടെ നമ്മൾ ഒരുപാട് മോക്ഷങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. അത് വാസ്തവത്തിൽ ബന്ധനമാണ്. നിവൃത്തിയെ നമ്മൾ സങ്കല്പത്തിലൂടെ സൃഷ്ടിക്കുമ്പോൾ അതൊരു പ്രവൃത്തിയായി. നമ്മൾ സങ്കല്പത്തിലൂടെ സൃഷ്ടിക്കുന്ന ഈ മോക്ഷങ്ങളെല്ലാം എന്താണ്? അതെല്ലാം പ്രവൃത്തി തന്നെയാണ്. അവിടെയൊന്നും നമ്മൾ പ്രവൃത്തിയിൽ നിന്ന് മുക്തനാകുന്നില്ല. ചിലർ പറയും സന്യാസിയായി കഴിഞ്ഞാൽ പ്രവൃത്തിയിൽ നിന്ന് മുക്തനായി. മഹാബദ്ധമാണ്. ആന്തരികമായോ ബാഹ്യമായോ സന്യാസം കൊണ്ടൊരാൾ മുക്തനായി തീരത്തില്ല. അങ്ങനെ സംഭവിക്കുന്നില്ല. പിന്നെ സന്യാസം കൊണ്ട് പഴയകാലത്ത് എന്താ ഉദ്ദേശിച്ചിരുന്നത്? ബാഹ്യമായ കർമ്മങ്ങളുടെ ത്യാഗം, വൈദികമായ കർമ്മങ്ങളുടെ ത്യാഗം. ആ വൈദികമായ കർമ്മങ്ങൾ മനുഷ്യനെ ഭ്രാന്തനാക്കി. ആചാര്യന്മാർ പറഞ്ഞു എന്തായാലും ഭ്രാന്ത് നന്നല്ലല്ലോ, അതിനുപേക്ഷിക്കാൻ പറഞ്ഞു. അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെയും പറയുന്നുണ്ട് എന്താണ്? അലിംഗ സന്യാസം മുഖ്യം എന്ന് പറയും. സലിംഗ സന്യാസം ഗൗണം. സലിംഗ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? സന്യാസത്തിന്റെ ബാഹ്യമായ ചിഹ്നങ്ങൾ, അതിനാണ് ലിംഗം എന്ന് പറയുന്നത്. ബാഹ്യമായ ചിഹ്നങ്ങളോടുകൂടിയ സന്യാസം, അത് ഗൗണമായ സന്യാസമാണ്, മുഖ്യമായ സന്യാസമാണ്. അതെന്താണ്? അത് ബാഹ്യമാണ്. സന്യാസം എന്ന് പറയുന്ന ഒന്നിനെ അവൻ തന്നിൽ ആരോപിക്കുന്നതാണ്. കാവ്യവസ്ത്രം, ശിരസ്, തല മുണ്ടനം ചെയ്യുക, ദണ്ട്, കമണ്ടല് തുടങ്ങിയതിനെയൊക്കെ സ്വീകരിക്കുക. ഇതെല്ലാം എന്താണ്? ലിംഗം എന്ന് പറയുന്ന അടയാളങ്ങൾ. അത് ഗൗണമെന്നാണ് പറയുന്നത്. അതിനാണ് നിവൃത്തി മാർഗം എന്ന് പറയുന്നത്. ഇവിടെ അതിനപ്പുറമുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അലിംഗ സന്യാസം എന്ന് പറയുന്നതോ കണ്ടായവൻ സന്യാസിയാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളങ്ങളൊന്നുമില്ല. വേഷഭൂഷാദികളോ അടയാളങ്ങളോ ഒന്നുമില്ല. സന്യാസം ആന്തരികമാണ്. അതാണ് ഇവിടെ പറയുന്നത് എന്താണ്? പ്രവൃത്തിയോ നിവൃത്തിയോ ഇല്ലാത്ത അവസ്ഥ. അവിടെ നിവൃത്തിയില്ല, പ്രവൃത്തിയില്ല. പ്രവൃത്തിയിലോ നിവൃത്തിയിലോ ആകാം കാണുന്നവന്റെ ദൃഷ്ടിയിൽ. കാണുന്നവൻ പറയാം ഇവൻ നിവൃത്തനാണ് എന്ന് പറയാം. കർമ്മങ്ങളൊന്നുമില്ല, കാണുന്നവന്റെ കാഴ്ചയിലാണത്. അല്ലെങ്കിൽ കാണുന്നവൻ പറയാം അവൻ പ്രവൃത്തനാണ്, അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് അലിംഗ സന്യാസം. ബാഹ്യമായ അടയാളങ്ങളൊന്നും വേണമെന്നില്ല സന്യാസത്തിൽ. അങ്ങനെ ഒരു നിലയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവിടെ പ്രവൃത്തിയോ നിവൃത്തിയോ ഇല്ല. പിന്നെ ഈ ബാഹ്യ സന്യാസത്തിന് നിർദ്ദേശിക്കുന്നതിനൊരു ഉപായം എന്നുള്ള നിലയ്ക്ക് അത് ശ്രേഷ്ഠമായിട്ട് ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷെ അതാണ് സർവവും, അതാണ് പരമാർത്ഥം. അതായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയി എന്നൊന്നും ധരിക്കുന്നതിന് ഒരർത്ഥവും. അത് ശ്രേഷ്ഠം തന്നെയാണ് മറ്റു പലതിനെ അപേക്ഷിച്ച്.
പക്ഷെ അത് അവസാനത്തെ താനങ്ങനെ ഒരു സന്യാസം സ്വീകരിച്ചു, അതുകൊണ്ട് താൻ കൃതാർത്ഥനായി, ദിവ്യനായി, യോഗ്യനായി എന്നൊന്നും ആർക്കും കരുതാനുള്ള യാതൊരു പഴുതും ശാസ്ത്രത്തിൽ. ശാസ്ത്രം പരമാവധി പറയുന്നത് എന്താണ്? ശ്രുതി പറയുന്നത് എന്താണ്? അതിനപ്പുറം നീക്കുക, പ്രവൃത്തിക്കും നിവൃത്തിക്കും ഉപരിയായി നിൽക്കുക. അതാണ് തന്റെ സ്വരൂപമെന്ന് ബോധിക്കുക. അങ്ങനെയുള്ളവൻ എന്താണ്? അതിന്റെ ലക്ഷണം എന്താണ്? അവൻ നിവൃത്തിയെ കാക്ഷിക്കുന്നില്ല, പ്രവൃത്തിയെ ദ്വേഷിക്കുന്നുമില്ല. സാധാരണ എന്താണ് നമ്മൾ കാണുന്നത്? നമ്മുടെ ചുറ്റും പ്രവൃത്തിയെ ദ്വേഷിക്കുന്നു, എന്നിട്ട് നിവൃത്തിയെ കാക്ഷിക്കുന്നു. ആധ്യാത്മിക സാധന എന്നുള്ളതാണ്. തത്വബോധത്തിന്റെ പ്രധാനമായ അടയാളം എന്താണ്? ഇത് രണ്ടുമില്ല. പ്രവൃത്തിയെങ്കിൽ പ്രവൃത്തി, നിവൃത്തിയെങ്കിൽ നിവൃത്തി, രണ്ടുമാകാം. രണ്ടിനും അവിടെ വ്യത്യാസമില്ല. ഏതെങ്കിലും ഒന്ന് വേണമെന്ന് പ്രത്യേകിച്ച് മമതയില്ല. പിന്നെ അതെന്തായിരിക്കും? അവനവന്റെ പ്രാരബ്ധം അനുസരിച്ച്, അവനവന്റെ സ്വഭാവം അനുസരിച്ച്. ദേവസി ഏഷ സ്വഭാവം എന്ന് പറഞ്ഞല്ലോ. പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള അവസാന വാക്കാണത്. വ്യവഹാരത്തെ സംബന്ധിച്ചുള്ള അവസാനത്തെ വാക്കാണ്. അവന്റെ സ്വഭാവം അനുസരിച്ച് എന്താണോ അവനിൽ പ്രതിഫലിക്കുന്നത് അത് സംഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പരമാർത്ഥത്തെ ഇവിടെ ബോധിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഒന്നും മനസ്സിൽ വയ്ക്കില്ല. ഏതിന്? നിവൃത്തിയെ സംബന്ധിച്ചുള്ള. നിവർത്തിക്കണം എന്നുള്ള സങ്കല്പം വേണ്ട. നിങ്ങൾ നിവർത്തിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തത്വബോധം വന്നിട്ടില്ല എന്നാണ്. പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചാലോ എന്നാലും വന്നിട്ടില്ല. പ്രത്യേക സങ്കല്പങ്ങളും പ്രത്യേക ആഗ്രഹങ്ങളും കൂടാതെ പ്രവൃത്തിയോ നിവൃത്തിയോ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. അജ്ഞാനപ്രേരിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ സങ്കല്പങ്ങളിൽ കുടുങ്ങിക്കിടക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് കശ്ചിത് പ്രപഞ്ച പ്രവൃത്തോ നിവൃത്തോ. അവനൊരു പ്രപഞ്ചം പ്രവർത്തിക്കുകയോ നിവർത്തിക്കുകയോ ചെയ്യുന്നില്ല. ആരല്ല? ആത്മാവിനെ കുറിച്ച് പറയുകയോ. ഇതാണ് പരമാർത്ഥ സ്ഥിതി എന്നാണ്. പക്ഷെ ആ ഒരു ഉണർവ് ഒരുവന്റെ ഉള്ളിൽ വന്നില്ലെങ്കിൽ അവനിപ്പോ നിവൃത്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. പ്രവൃത്തി അവന് ഒരുപാട് അസ്വസ്ഥതയുണ്ടാകും. പ്രവൃത്തി എന്തുകൊണ്ട് അസ്വസ്ഥ ഉണ്ടാകുന്നു? അവന് തത്വബോധം അവന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നില്ല. അതിന്റെ ഒരു മറുമരുന്നായിട്ട് അവനെന്ത് ആഗ്രഹിക്കുന്നു? നിവൃത്തി ആഗ്രഹിക്കുന്നു. അതൊരു തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. അവന് സന്യാസിയാകാം, ബ്രഹ്മചാരിയാകാം, എല്ലാം ആകാം. അത് എന്താണ്? അവസാനത്തെ ഒരു മരുന്നല്ല, അത് ഒരു ഉപായം മാത്രം. പ്രവൃത്തിക്കുള്ള ഒരു മറുമരുന്ന് ആയിട്ട് വേണമെങ്കിൽ അത് സ്വീകരിക്കാം. താൽക്കാലികമായൊരു ഉപായം. അതിൽ വിജയിച്ചെന്ന് വരാം, വിജയിച്ചില്ലെന്നും വരാം. പക്ഷെ അതിനൊക്കെ നമ്മൾ പ്രേരിപ്പിക്കുന്ന എന്താണ്? ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള നമ്മുടെ മിഥ്യാധാരണകളാണ്. അതാണ് ഇതിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത്. ആ മിഥ്യാധാരണകളിൽ നിന്നുള്ള മോക്ഷം, അതാണ് ഇവിടെ പറയുന്ന മോക്ഷം എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ഗീതയിൽ പറഞ്ഞതുപോലെ ന ദ്വേഷ്ടി ന കാംക്ഷതി. അവനൊന്നിനെയും ദ്വേഷിക്കുന്നുമില്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുമില്ല. അതാണ് പരമാർത്ഥമായ നില. അത് തന്നെ ഇവിടെയും പറയുന്നു. ഗുണാഗുണേഷു വർത്തന്ത എന്നെല്ലാം അവിടെ വിശദീകരിച്ചു. അതിന് ഇവിടെ പറയേണ്ട കാര്യമില്ല. വേറെ തരത്തിൽ അവിടെ പറഞ്ഞു. ഭാഷ്യകാരനും കാരികയിലും അതിവിടെ വീണ്ടും പറയുന്നു. പ്രപഞ്ചോ യദി വിദ്യേത നിവർത്തേതെന്ന സംശയ മായാ മാത്രമിദം ദ്വൈതം അദ്വൈതം പരമാർത്ഥത വികൽപോ വിനിവർത്തേത കൽപ്പിതോ യദി കേനചിത് ഉപദേശാദയം വാദോ ദ്വൈതം ന വിദ്യതേ നനു ശാസ്ത്രം ശിഷ്യതി വികൽപ കഥം നിവർത്തതയിത്തിച്ചത്. സാറിന് പറയുമല്ലോ എല്ലാം അദ്വൈതമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശക്കത്തില്ലേ, ഭക്ഷണം വേണ്ടേ, അദ്വൈതം പറയണമെങ്കിൽ വല്ലതും കഴിക്കണ്ടേ? ഇതെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അദ്വൈതം? മുട്ടാത്തർക്കങ്ങളെന്ന് പറയും. അദ്വൈതത്തെ സംബന്ധിച്ച് പറയുന്ന
പാമരന്മാരുടെ ആക്ഷേപങ്ങളാണ്, അറിവുള്ളവരുടെ അല്ല. ഇതെല്ലാം നിൽക്കും, അവിടെ അദ്വൈതം. ഇത് രണ്ടും കൂടെ എങ്ങനെ സംഭവിക്കും? അദ്വൈതം എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ. ഇവിടെ അടുക്കളയുണ്ട്, പാചകമുണ്ട്, ഭക്ഷണമുണ്ട്, അത് കഴിക്കുന്നു, സ്വാമിയെല്ലാം വയറ് നിറച്ച് അടിച്ചിട്ടാണ് ഇരുന്ന് അദ്വൈതം പറയുന്നത്. അപ്പൊ അതുവരെ അദ്വൈതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഈ അദ്വൈത പറച്ചിൽ മാത്രമേ ഉള്ളൂ. അദ്വൈതമാണെങ്കിൽ പിന്നെ ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ശാസ്ത്രം ശിഷ്യീതി വികല്പ കഥം നിവർത്തത, ഇതെല്ലാം എങ്ങനെ നിവർത്തിക്കും? നിങ്ങൾ അദ്വൈതം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജനിച്ചിടം പോലും മരിക്കുന്നത് വരെ അദ്വൈതം പറഞ്ഞുകൊണ്ടായിരിക്കുന്നു. പറയുന്നവനുണ്ട്, കേൾക്കുന്നവനുണ്ട്. ഉപദേശിക്കുന്നവൻ, ശാസ്ത്രം, അവന്റെ പറച്ചിൽ, ശിഷ്യൻ, ഇതെല്ലാം ഇങ്ങനെയുണ്ട്. ഇതെല്ലാം നിലനിൽക്കെ അദ്വൈതം എന്നും പറയും. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിലെന്താണ്? ഇതൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യമാണ് എന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ സമാധി സ്വീകരിച്ചിട്ട് ഇതിനെല്ലാം മറയ്ക്കാൻ ശ്രമിക്കുന്നു. സമാധിയിലെ അദ്വൈതം സാധ്യമാകുന്നു നമ്മൾ കരുതുന്നത് അതുകൊണ്ടാണ്. ഉണർന്നിരുന്ന അദ്വൈതമില്ല, ഉറങ്ങുന്നതും ശരിയല്ല. അതുകൊണ്ട് സമാധിയും അങ്ങനെ ചിന്ത പോകുന്ന അതാണ്. ഇതെല്ലാം അങ്ങനെ ഇല്ലാതാകും എന്നാണ് ഇവിടെയും ചോദിക്കുന്നത്. ബാക്കിയെല്ലാം പോട്ടെ, ഗുരുവും ശിഷ്യനും വേണമല്ലോ, ഉപദേശവും വേണം. ശാസ്ത്രം എന്ന് വെച്ചാൽ ഗുരുവിന്റെ ഉപദേശം. ചുരുങ്ങിയത് ഇത് മൂന്നെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ അദ്വൈതം സാധ്യമാകും? മുമ്പ് പറഞ്ഞ സമാധാനം തന്നെ വേറെ രീതിയിൽ പറയുന്നു. വികൽപ്പോ വിനിവർത്തേത യതി കേനചിത് കൽപ്പിത. ഇത് നിങ്ങൾ കൽപ്പിച്ച് സൃഷ്ടിച്ചതാണെങ്കിൽ ഇതൊക്കെ ഇല്ലാതാകണം. തുടക്കത്തിലേ പറഞ്ഞു. എന്താണ്? ഇടയ്ക്കൊക്കെ പറയാറുണ്ട് ഇതൊക്കെ താൻ കൽപ്പിച്ചതാണെന്ന് വേദാന്തം പറയുന്നില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ധരിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്റെ കൽപ്പനയാണ്. അത് പലരും പറയും. അതങ്ങനെ സ്വാമിക്ക് പറയാൻ പറ്റും. കൽപ്പനയെല്ലാം അഷ്ടാവക്ര ഗീതയിൽ പറയുന്നുണ്ട്, വാസിഷ്ഠത്തിൽ പറയുന്നുണ്ട്, മറ്റു പല പുസ്തകങ്ങളിലും പറയുന്നുണ്ടാണ് ഇതൊക്കെ കൽപ്പിച്ചതാണ്. പിന്നെങ്ങനെയാ ഇത് കൽപ്പനയല്ല എന്ന് പറയുന്നത്? ഇവിടെ കൽപ്പനയല്ല എന്ന് പറയുന്ന ആരാണ്? ഇത് ഞാനോ നീയോ കൽപ്പിച്ചതല്ലെന്നാ പറയുന്നത്. കൽപ്പന എന്നുള്ളതിനല്ല ഇവിടെ നിഷേധിക്കുന്നു. ഇത് കൽപ്പനയാകാം, അല്ലെങ്കിൽ ഭാഷ്യകാരൻ പറയുന്ന പോലെ ചിത്തസ്പന്ദനമാകാം, ഭ്രമമാകാം, മായാപരിണാമമാകാം, ആത്മവിവർത്തമാകാം. നിരവധി ശബ്ദങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ശബ്ദത്തിലല്ല ഇവിടെ കാര്യം. ഞാനല്ലെങ്കിൽ നീ കൽപ്പിച്ചു എന്ന് പറയുന്നിടത്താണ് അത് ശരിയല്ല. അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്തുകൊണ്ട്? ഞാനും നീയും തന്നെ കൽപ്പനയാണ്. ഞാനും നീയും കൽപ്പനയായിരിക്കുമ്പോൾ പിന്നെ ഞാനും നീയും കൂടെ ചേർന്ന് എങ്ങനെ കൽപ്പിക്കുന്നു? അതുകൊണ്ട് പറയുന്നു ഇതങ്ങനെ ആരെങ്കിലും കൽപ്പിച്ചാണെങ്കിൽ ശരി നിവർത്തിക്കാം. അങ്ങനെയല്ല. ഇത് രജ്ജുവിലെ സർപ്പം പോലെയാണ്, മായാവിയുടെ ഇന്ദ്രജാലം പോലെയാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാം നമ്മുടെ മനസ്സിൽ ഒരുപാട് മിഥ്യാധാരണകളും തെറ്റായ സങ്കല്പങ്ങളും ആ കേട്ടുടനെ കടന്നു വരുന്നു. അവിടെയും നമ്മൾ പരമാർത്ഥത്തെയല്ല ബോധിക്കുന്നു. മായയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സ് മായാവിയിലല്ല പോകുന്നു, മായയിലാണ്. രജ്ജു സർപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സ് പോകുന്നത് രജ്ജുവിലല്ല സർപ്പത്തിലാണ്. അവിടെയാണ് നമ്മുടെ മനസ്സ് കിടന്ന് കറങ്ങുന്നത്. എന്നുവെച്ചാൽ പരമാർത്ഥത്തിൽ പോകുന്നില്ല. ആ പരമാർത്ഥത്തിൽ നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എന്താണ്? ഇതാരെങ്കിലും കൽപ്പിച്ചാണെങ്കിൽ ശരി നിവർത്തിക്കും. ഞാനോ നീയോ കൽപ്പിച്ചാണെങ്കിൽ ഇത് നിവർത്തിക്കും. ഞാനോ നീയോ ഇത് കൽപ്പിച്ചതല്ല ഈ പ്രപഞ്ചം. പ്രാജ്ഞനെ കുറിച്ചും അന്തര്യാമിയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തപ്പോഴും അവിടെ ഈ കാര്യം പറഞ്ഞാണ്. യഥായം പ്രപഞ്ച മായ രജ്ജു സർപ്പവത് തഥായം ശിഷ്യാദി ഭേദ വികൽപ്പോ വി പ്രതിബോധാദേവ ഉപദേശ നിമിത്തോ. ഇതെല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഉപദേശം നടക്കുന്നത്, ഗുരുവും ശിഷ്യനും എല്ലാം ഉള്ളത്. അപ്പോ ഈ പരമാർത്ഥത്തിൽ ഗുരുവിനും ശിഷ്യനും ഉപദേശത്തിനുമൊക്കെ നിലനിൽക്കുന്നതിനുള്ള ഒരു തലമാണത്. ഈ ഒരു തലത്തിൽ ഇതെല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് ഇത് പരമാർത്ഥമൊന്നല്ല. ഇതിനെല്ലാം നിലനിർത്തുന്ന ഒരു പരമാർത്ഥത്തെ
ഇതിലൂടെ തന്നെ ബോധ്യപ്പെടുക. അതാണ് ഇവിടെ പറയുന്നത്. ഇതിനെ നിലനിർത്തുന്ന ഒരു പരമാർത്ഥമാണ്. അതിനാണ് ഇവിടെ പറഞ്ഞത്, പ്രപഞ്ചം എന്താണ്? മായാരജ്ജു സർപ്പവത് തഥായം ശിഷ്യാദിഭേദ വികല്പമപി പ്രാഗ് പ്രതിബോധ. പറഞ്ഞല്ലോ, ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നത് പോലെ ഉണരുന്നു. ആ ഉണരുന്നതിന് മുമ്പ് ഇതെല്ലാം സത്യമായി അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. ഗുരുവും ശിഷ്യനും പ്രപഞ്ചവുമെല്ലാം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഉണർവിലോ ബോധിക്കുന്ന എന്താണ്? ഇതിനെല്ലാം നിലനിർത്തിയ സത്യം, അതിന് മാത്രമേ വാസ്തവത്തിലുള്ള നിലനിൽപ്പുള്ളൂ. ഇതെല്ലാം സർപ്പത്തെ പോലെ, ഇന്ദ്രജാലത്തെ പോലെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഉപദേശ നിമിത്തോ, ഇത് ഉപദേശത്തിന് വേണ്ടിയാണ്. ഉപദേശത്തിന് വേണ്ടി ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നു. ഗുരുവും ശിഷ്യനും എന്നൊക്കെയുള്ള ഭേദം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഉപദേശാത് അയം വാദ, അനുപദേശാത് അയം വാദ, ശിഷ്യ ശാസ്ത്രമതി. അദ്വൈതത്തെ ബോധിപ്പിക്കണമെങ്കിൽ ഈ ഒരവസ്ഥ ഇങ്ങനെ നിലനിന്നേ പറ്റും. അല്ലെങ്കിൽ ഈ ഒരവസ്ഥയിൽ നിലനിന്നുകൊണ്ടാണ് അദ്വൈതത്തെ ബോധിപ്പിക്കുന്നത്. അതിനുവേണ്ടി ഇതെല്ലാം സത്യമാകണമെന്നില്ല, ഇതെല്ലാം അദ്വൈതത്തിനെതിരാകണമെന്നുമില്ല. ഇതെല്ലാം ഈ ഭേദവികല്പങ്ങൾ അദ്വൈതം ബോധിക്കുന്നത് വരെ. അദ്വൈതം ബോധിച്ചു കഴിഞ്ഞാലോ ദേവസ്യ ഏഷ സ്വഭാവ, അല്ലെങ്കിൽ മായാമാത്രം, അദ്വൈതം മാത്രം ശേഷിക്കുന്നു. അദ്വൈതം മാത്രം ശേഷിക്കുന്നു, മായ മാത്രമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് അന്യമായി ഇതൊന്നും നിലനിൽക്കുന്നില്ല എന്നർത്ഥം. അതിൽ നിന്ന് വേറിട്ട് ഇതിനൊന്നും ഇപ്പൊ കാണുന്നത് പോലെ അല്ല ഇത് നിലനിൽക്കുന്നത്. ഇപ്പൊ കാണുന്ന എങ്ങനെ? ഇതെല്ലാം സത്യമായി കരുതുന്നു. ഗുരു സത്യമാണ്, ശിഷ്യ സത്യമാണ്, ഉപദേശം സത്യമാണ്, അങ്ങനെ കരുതുന്നു. ഇവിടെ പല സത്യങ്ങൾ അനുഭവപ്പെടുന്നു. പ്രാക് പ്രതിബോധ, ആ ബോധം വന്നു കഴിഞ്ഞാലോ സത്യമേകം മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇതെല്ലാം നിലനിൽക്കുന്നു. സത്യത്തിൽ ഇതെല്ലാം നിലനിൽക്കുന്നതിന് ദോഷമില്ല. എന്തുകൊണ്ട്? ഇതിനൊന്നും സത്യത്തെ ബാധിക്കുന്നതിന്, സത്യത്തെ സ്പർശിക്കുന്നതിന് ശേഷി. ഉപദേശകാര്യത്തു ജ്ഞാനേ നിർവൃത്തി. ഉപദേശം കൊണ്ട് നേടേണ്ട എന്താണ്? ഗുരുവിന്റെ ഉപദേശം കൊണ്ട് ജ്ഞാനമാണ്, ബോധമാണ്. ശിഷ്യൻ അത് നിർവൃത്തി, അത് സാധിച്ചു കഴിഞ്ഞാലോ ജ്ഞാതേ പരമാർത്ഥ തത്വേ ദ്വൈതം ന വിദ്യതേ, പിന്നെ ദ്വൈതം നിലനിൽക്കുന്നില്ല. ആത്യന്തികമായി ഇവിടെ പറയാനുള്ള ഇതാണ്. എന്താണ്? പരമാർത്ഥ തത്വത്തിൽ ദ്വൈതം നിലനിൽക്കുന്നില്ല. അനുഭവത്തിൽ, നമ്മുടെ വ്യവഹാരത്തിൽ ദ്വൈതം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സംഭവിക്കുക തന്നെ പരമാർത്ഥത്തിൽ അതില്ല. അതാണ് ഇവിടെ പറയുന്നത്. അത് ജ്ഞാതേ ദ്വൈതം എന്ന വിദ്യത. ആത്യന്തികമായി ഇത്രേ പറയാൻ പറ്റും ഇതിനെ സംബന്ധിച്ച്. എല്ലാ ചോദ്യങ്ങൾക്കും സമാധാനം അവിടെയാണ്. ഗുരുവും ശിഷ്യനും ഇതുമെല്ലാം നിലനിന്നതുകൊണ്ടല്ലേ, ഇതിനെ ആശ്രയിച്ചിട്ടല്ലേ നിങ്ങൾ ഈ പറയുന്ന ബോധം ഉണ്ടായത്. ഇതിനെയൊക്കെ ആശ്രയിച്ച് ഉണ്ടാകുന്ന ബോധം, ആ ബോധത്തിൽ എല്ലാം സത്യമാണെങ്കിൽ, അദ്വൈതമാണെങ്കിൽ, എന്തിനെ ആശ്രയിച്ചാണോ ഇതെല്ലാം ഉണ്ടായത്, അദ്വൈതം ആയത്, ഇതുമൊക്കെ സത്യമാകണ്ടേ? അവിടെ പറയുന്നത് എന്താണ്? ആ സത്യത്തിൽ നിന്ന് വേറിട്ടിതൊന്നും നിലനിൽക്കുന്നില്ല. സത്യത്തിൽ നിന്ന് അന്യമായിട്ട് ഗുരുവോ ശിഷ്യനോ ശാസ്ത്രമോ ഇല്ല. അതുകൊണ്ട് അദ്വൈതം എന്നുള്ളതിനെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ഗുരു ഏത്, ശിഷ്യൻ ഏത്, ശാസ്ത്രം ഏത് എന്ന് പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല. എല്ലാം അദ്വൈതം തന്നെ. തത്വത്തെ ബോധിച്ചവന് ദ്വൈതമില്ല. തത്വത്തെ ബോധിച്ച ഗുരുവിന് ഗുരു വേറെ, ശാസ്ത്രം വേറെ, ശിഷ്യം വേറെ, അങ്ങനെ ഒരു ദ്വൈതമില്ല എന്നാണ് അതിന്റെ അവസാനത്തെ മറുപടിയായി പറയുന്നത്. അജ്ഞൻ ഗുരുവിനെയും ശാസ്ത്രത്തെയും ശിഷ്യനെയും വേറെ കാണുന്നു. ജ്ഞാനി എന്ത് ചെയ്യുന്നു? ഗുരുവിനെയും ശാസ്ത്രത്തെയും
ശിഷ്യനെയും കാണുന്നുണ്ട്. പക്ഷെ അവിടെ വേറെ വേറെ ആയിട്ടല്ല, അദ്വൈതമായി കാണുന്നു. അപ്പോൾ താൻ അജ്ഞനായി സ്വയം ധരിച്ചുകൊണ്ട് ഗുരുവിനെ സമീപിച്ച് ജ്ഞാനോപദേശം നേടി. അപ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം എന്താണ്? തനിക്ക് ദ്വൈതമുണ്ട്. ആ ദ്വൈതത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് തനിക്ക് ഗുരുവും ശാസ്ത്രവും ഉപദേശവും എല്ലാം വേറെ വേറെ നിൽക്കുന്നത്. അവസാനം ആ ജ്ഞാനം നേടിയാലോ പിന്നെ ദ്വൈതമില്ല. ഗുരുവും ശാസ്ത്രവും ശിഷ്യനും എല്ലാം നിലനിന്നാലും ദ്വൈതമില്ല. എന്തുകൊണ്ട്? ഇതിനൊന്നും ഇവിടെ പരമാർത്ഥത്തിൽ നിലയില്ല. ദൈവസ്യ ഏഷ സ്വഭാവ, ഇതെല്ലാം അതിന്റെ സ്വഭാവമായി നിൽക്കുന്നതാണ്. അതിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഗുരുവും ശിഷ്യനും ശാസ്ത്രവും ദ്വൈതത്തെ ഉണ്ടാക്കുന്നില്ല എന്നാണ്. ഇവിടെ ഒന്നും കൽപ്പിക്കുന്നുമില്ല, ഒന്നും നിവർത്തിക്കുന്നുമില്ല. അതാണ് പരമാർത്ഥം എന്നാണ്. പരമാർത്ഥം ബോധിക്കാതിരിക്കുമ്പോൾ ഈ നാനാത്വം കാണുമ്പോൾ ഇതിനൊരു സമാധാനം വേണമല്ലോ. എന്തുകൊണ്ടിത്? ഇത് പരമാർത്ഥമല്ല, എന്നാൽ നാനാത്വമായി നിലനിൽക്കുന്നു. ഒരു സമാധാനമായി പറയണത് ഇതൊരു കൽപ്പനയാണ്. പരമാർത്ഥത്തിലേക്ക് ചെല്ലുമ്പോൾ എന്ത് പറയുന്നു? ആ കൽപ്പന കൽപ്പിക്കുന്നവനിൽ നിന്നും അന്യമല്ല. അതുകൊണ്ട് ജ്ഞാതേ ദ്വൈതം ന വിദ്യതേ. പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാൽ അവിടെ ദ്വൈതമില്ല. പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടോ എന്ന് വീണ്ടും ചോദിക്കും. പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ദ്വൈതമില്ല. അതുകൊണ്ട് ദ്വൈതത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുമില്ല, ഉത്തരം പറയേണ്ട ബാധ്യതയും ഇല്ല. അവിടെ അജ്ഞന്റെ ചോദ്യം തുടർന്നുകൊണ്ടേയിരിക്കും, അതവന്റെ അജ്ഞത കൊണ്ടാണ്. പക്ഷെ പരമാർത്ഥം ബോധിച്ചവന് ഉത്തരം പറയേണ്ട ബാധ്യതയില്ല. എന്തുകൊണ്ട്? അവനിൽ അജ്ഞതയില്ലാത്തതുകൊണ്ട്. അദ്വൈതത്തിൽ ചോദ്യവും ഉത്തരവുമില്ല. അതാണ് ഇവിടെ അവസാനമായി പറഞ്ഞു നിർത്തുന്നത്. പരമാർത്ഥ തത്വേ ദ്വൈതം എന്ന വിദ്യതയെ പറയാൻ പറ്റും. അതിൽ കവിഞ്ഞ് മറ്റ് വിശദീകരണങ്ങളൊന്നും ഇവിടെ കൊടുക്കാൻ സാധ്യമല്ല, കൊടുക്കേണ്ട ആവശ്യവുമില്ല. വീണ്ടും ചോദ്യവും ഉത്തരവുമായിട്ട് മുമ്പോട്ട് പോകാനൊക്കത്തില്ല. ഈ ചോദ്യോത്തരങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അവസാനം വരണമല്ലോ. അതിവിടെ വരും, പരമാർത്ഥ തത്വത്തിൽ വരും. അവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവസാനിക്കും. അതുകൊണ്ട് ഉപദേശാദയം വാദ, ഗുരു ശിഷ്യനെ കാര്യങ്ങൾ ബോധിപ്പിക്കും. അങ്ങനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ കൽപ്പിതമായ ഈ ദ്വൈതത്തെ അംഗീകരിക്കുന്നു. അതാണ് അംഗീകരിച്ചുകൊണ്ട് പോകുന്നു. അത് ശിഷ്യനെ പരമാർത്ഥം ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഉപദേശത്തിന് വേണ്ടിയിട്ടാണ്. പരമാർത്ഥം ബോധിച്ചു കഴിഞ്ഞാലോ പിന്നെ അവിടെ ശിഷ്യന് ചോദ്യമില്ല, ഗുരുവിന് ഉത്തരം പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ജ്ഞാതേ ദ്വൈതം ന വിദ്യതേ, ദ്വൈതം അവിടെ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ആത്യന്തികമായി പ്രപഞ്ചം കൽപ്പിച്ചതാണ്, ആ കൽപ്പന മാറണം എന്നെല്ലാം നമ്മൾ ധരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ദ്വൈത സങ്കല്പങ്ങളാണ് വരുന്നത്. അങ്ങനെയുള്ള ദ്വൈത സങ്കല്പങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി പറയുകയാണ്, ഇതാരും കൽപ്പിച്ചതല്ല, കൽപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഇത് നിവർത്തിക്കേണ്ട ആവശ്യമില്ല. പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പ്രപഞ്ചത്തെ നിലനിർത്താൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പരമാർത്ഥത്തെ ബോധിച്ചാൽ മാത്രം മതി. അവിടെ എല്ലാ സംശയങ്ങളും എല്ലാ യത്നങ്ങളും എല്ലാ ജിജ്ഞാസകളും അവിടെ ശമിക്കുന്നു. അതാണ് പരമാർത്ഥം എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ആ പരമാർത്ഥ തത്വ ഉപദേശം ഉപനിഷത്തിലും കാരികയിലും അവസാനിപ്പിക്കുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ
വേണ്ടവണ്ണം പറഞ്ഞ രീതിയിൽ ബോധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇനി വരുന്ന ഭാഗങ്ങൾ മുഴുവൻ ഉപനിഷത്തിനും കാര്യങ്ങളും. വികൽപ്പോ വിനിവർത്തേത കൽപ്പിതോ യദി കേനചിത് ഉപദേശാദയം വാദോ ജ്ഞാതേ ദ്വൈതം ന വിദ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.